എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. കൃഷ്ണം വന്ദേ ലളിതാ സഹസ്രനാമ പഠന ക്ലാസ്സിലേക്ക് എല്ലാ സജ്ജനങ്ങളെയും സ്വാഗതം ചെയ്യുന്നു. ക്ലാസ് നയിക്കുന്നത് നമ്മുടെ പ്രിയങ്കരനായ ശ്രീ ശ്രീനിവാസൻ പന്താലിങ്കൽ സാറാണ്. സാറിനെ സ്നേഹാദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ 96-ാമത്തെ ശ്ലോകം, അതിൽ 4 ശ്ലോകങ്ങളാണ് പറഞ്ഞത്. ഇനി ബാക്കിയുള്ള ശ്ലോകങ്ങൾ നാമങ്ങൾ ഇന്ന് നമുക്ക് കേൾക്കാം. നമസ്കാരം സർ. നമസ്കാരം ടീച്ചർ. എല്ലാവർക്കും നമസ്കാരം. ഓം ഗജാനനം ഭൂതഗണാതിസേവിതം കപിത്തജംഭൂവലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. ഓം ഓം മഹാദേവ്യേ നമ. നമുക്കിന്ന് പെട്ടെന്ന് തന്നെ തുടങ്ങാം. നമുക്ക് 4 ശ്ലോകങ്ങൾ, ഇന്ന് 4 ശ്ലോകങ്ങളും 96-ാമത്തെ ശ്ലോകത്തിലെ ബാക്കിയും തീർക്കണം. അപ്പോൾ നമ്മൾ പെട്ടെന്ന് എളുപ്പമുള്ള നാമങ്ങളാണ്, പെട്ടെന്ന് തുടങ്ങാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം പറയുന്നു. നമ്മൾ സുരനായിക 96-ാമത്തെ ശ്ലോകം ഒന്ന് വായിക്കാം. സുമുഖീ നളിനി സുഭ്രു ശോഭനാസുരനായിക കാളകണ്ഠീ കാന്തിമതി ക്ഷോഭിണി സൂക്ഷ്മരൂപിണി. ഇതിനകത്ത് നമ്മൾ 463-ാമത്തെ നാമം സുരനായിക എന്നിവരുള്ള നാമങ്ങളെല്ലാം നമ്മൾ കണ്ടു. ഇനി നമുക്ക് കാണാനുള്ളത് കാളകണ്ഠി. നമ്മൾ നേരത്തെ പറഞ്ഞു ല എന്നും ല എന്നും തമ്മിൽ വ്യത്യാസമില്ല. അത് മലയാളത്തിൽ മാത്രമേ ഉള്ളൂ ലായും ലായും. അപ്പോൾ സൗകര്യം പോലെ നമുക്ക് അത് ഉപയോഗിക്കാം. ഇവിടെ കാലകണ്ഠി എന്നോ കാളകണ്ഠി എന്നോ നമുക്ക് പറയാവുന്നതേ ഉള്ളൂ. കാളകണ്ഠൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ശിവനാണ്. കാളം എന്ന് പറഞ്ഞാൽ കറുത്ത നിറം, കറുത്ത നിറമുള്ള കണ്ഠത്തോടു കൂടിയവൻ, അല്ലെങ്കിൽ നല്ല നീല നിറത്തോടു കൂടിയിട്ടുള്ള കണ്ഠത്തോടു കൂടിയവൻ. ശരിക്കും കറുപ്പാണ് കാളം എന്ന് പറഞ്ഞാൽ. അപ്പോൾ കാളകണ്ഠൻ ശിവനാണെങ്കിൽ കാളകണ്ഠി ആരാണ്? ശിവപത്നിയാണ് കാളകണ്ഠി. അപ്പോൾ ഇവിടെ കാളകണ്ഠി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പരമേശ്വരന്റെ പത്നിയായിട്ടുള്ള ദേവിയാണ്. ആ ദേവിയാണ് ഇവിടെ കാളകണ്ഠി എന്ന് പറഞ്ഞ് നമസ്കരിക്കുന്നത്. അപ്പോൾ അമൃതമഥനത്തിന്റെ കഥ ഇവിടെ ഒന്ന് ആലോചിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം. കാളകൂട വിഷവും പൊന്തി വന്നു. അപ്പോൾ ആ കാളകൂട വിഷം ഭൂമിയിൽ വീണ് കഴിഞ്ഞാൽ സർവ്വബ്രഹ്മാണ്ടങ്ങളും നശിച്ചു പോവും. അതുകൊണ്ട് ഭൂമിയുടെ പരിപാലന കർത്താവാണ് ശിവൻ. ശിവൻ എടുത്ത് അത് കൈക്കുമ്പിളിലെടുത്ത് ഭക്ഷിക്കുകയാണ്. അപ്പോൾ ഭക്ഷിക്കുമ്പോൾ ഭക്ഷിച്ചിട്ട് അത് കണ്ഠത്തിൽ തന്നെ തടഞ്ഞു നിർത്തുകയാണ്. കാരണം പരമശിവന്റെ ഉദരത്തിൽ ഒരുപാട് ബ്രഹ്മാണ്ടങ്ങളുണ്ട്. അപ്പോൾ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ അതെല്ലാം നശിച്ചു പോവും. അതുപോലെ തന്നെ പുറത്തേക്ക് വീണ് കഴിഞ്ഞാലോ ഈ കാണുന്ന ഭൂമിയും ബ്രഹ്മാണ്ടവും നശിച്ചു പോവും. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം അതിനെ തൻ്റെ കണ്ഠത്തിൽ തന്നെ നിലനിർത്തുകയാണ്. അങ്ങനെ കറുത്തുപോയി. അതുകൊണ്ടാണ് കാളകണ്ഠൻ എന്നും ശ്രീകണ്ഠൻ എന്നും പറഞ്ഞു. കാരണം ശ്രീ എന്നതിന് വിഷം എന്നുള്ള അർത്ഥമുണ്ടെന്ന് നമ്മൾ നേരത്തെ കണ്ടു. ശ്രീ മാതാ എന്ന് പഠിച്ചപ്പോഴേ കണ്ടു. അപ്പോൾ വിഷം എന്നുള്ള അർത്ഥമുണ്ട്. ആ വിഷത്തെ തടഞ്ഞു നിർത്തിയിട്ട് അങ്ങനെ കാളകണ്ഠനായി. ആ കാളകണ്ഠന്റെ പത്നിയാണ് കാളകണ്ഠി എന്ന്. ഇനി കളകണ്ഠം, കളകണ്ഠത്തോട് കൂടിയവൾ എന്നുള്ളൊരു അർത്ഥവും നമുക്കിതിനെടുക്കാം. കളകണ്ഠം എന്താണ്? കളകളാരവം, കളവാണി, കാളകണ്ഠി, ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അവ്യക്തമായിട്ടുള്ള മധുരമായ ശബ്ദത്തിന്. ഇപ്പൊ പക്ഷികളുടെ ശബ്ദം എന്താണെന്ന് നമുക്കറിയില്ല. പക്ഷികളുടെ ശബ്ദം വളരെ മധുരമാണ്, പക്ഷെ അവ്യക്തമാണ്. എന്താണ് പറയുന്നതെന്ന് അറിയില്ല. അപ്പോൾ അവ്യക്ത മധുരമായിട്ടുള്ള മനോഹര ശബ്ദത്തിന്, ആ ശബ്ദം പുറപ്പെടുവിക്കുന്ന കണ്ഠത്തിനെ എന്തു പറയും? കളകണ്ഠം എന്ന് പറയും. കളകളാരവം പൊഴിവിക്കുന്ന കണ്ഠം. അതുകൊണ്ട് കളമൊഴി എന്ന് അങ്ങനത്തെ സുന്ദരികളായ സ്ത്രീകൾക്ക് പറയും. ദേവിയുടെ ഏറ്റവും സുന്ദരമായ ശബ്ദമാണ് ദേവിയുടെ. നമ്മൾ പലപ്പോഴും കണ്ടതാണ്. കച്ചപി വീണ ഇങ്ങനെ ദേവിയുടെ മുന്നിലിരുന്നിട്ട് സദസ്സിലിരുന്ന് സരസ്വതി ആലപിക്കുകയാണ്. സരസ്വതിയുടെ വീണയാണ് കച്ചപി. ആ കച്ചപി വീണ അതിമനോഹരമായിട്ട് സരസ്വതി ആലപിക്കുമ്പോൾ ദേവി ഇടയ്ക്ക് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് ഭേഷ് ഭേഷ് എന്നൊക്കെയുള്ള തരത്തിലുള്ള സംസ്കൃത ശബ്ദങ്ങൾ ദേവി ഇങ്ങനെ മൊഴിയും ഇടയ്ക്കത്രേ. അങ്ങനെ അത് മൊഴിഞ്ഞപ്പോൾ
കച്ചപി വീണ മടക്കി കെട്ടിയിട്ട് ആ തുണി മുകളിലിട്ടിട്ട് നാണിച്ച് സരസ്വതി ദേവി പോവുകയാണ് എന്നാണ് ശങ്കരാചാര്യര് ആ, സൗന്ദര്യലഹരിയിൽ എഴുതിയിരിക്കുന്നത്. അത്രയും മധുരമയമാണ് സരസ്വതി ദേവിയുടെ ഒന്നും ശബ്ദം അതിൻ്റെ അടുത്ത് പോലും വരില്ല, അല്ലെങ്കിൽ കച്ചപി വീണയുടെ ശബ്ദം ഇതിൻ്റെ ഒന്നും അടുത്ത് പോലും വരില്ല എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ശരിക്കും നിജസല്ലാപ മാധുര്യ വിനിർഭർസിത കച്ചപി, ഒറ്റ നാമമായിരുന്നു. നിജസല്ലാപ മാധുര്യം, തൻ്റേതായിട്ടുള്ള സല്ലാപ മാധുര്യം കൊണ്ട് വിനിർഭർസിത കച്ചവി, കച്ചവി വീണയെ ഭർസിക്കുക, അല്ലെങ്കിൽ ആ കച്ചവി വീണയെ കംപ്ലീറ്റ്ലി അതിൻ്റെ എല്ലാ ഇഫക്റ്റും ഇല്ലാതാക്കുന്ന അത്രയും മധുരമായിട്ടുള്ള നാദമാണ് ദേവിയുടെ. അതുകൊണ്ടും ദേവി കളകണ്ഠിയാണ്, അതുകൊണ്ട് ദേവി കാളകണ്ഠി, അതുകൊണ്ട് ദേവിയെ കാളകണ്ഠി എന്നുള്ള തരത്തിൽ ഓർക്കപ്പെടുന്നു. അപ്പോൾ രണ്ട് അർത്ഥമായിട്ട് നമുക്കിവിടെ എടുക്കാം. ഒന്ന് കാളകണ്ഠൻ്റെ പത്നിയായിട്ടുള്ള ദേവി, രണ്ടാമത് കളകണ്ഠമുള്ള ദേവി, അതുകൊണ്ട് ദേവി കാളകണ്ഠി എന്ന് പറയുന്നു. ഇനി 465 നാമം കാന്തിമതി. കാന്തിമതി എന്ന് പറഞ്ഞാൽ അതീവ കാന്തിയുള്ളവർ. നമ്മൾ കാന്തി എന്നുള്ള കാന്തിഹി എന്നുള്ള ദേവിയുടെ ക്വാളിറ്റി കണ്ടപ്പോൾ നമ്മൾ കാന്തിയെക്കുറിച്ച് പറഞ്ഞതാണ്. അതീവ ശോഭ, അതീവ സൗന്ദര്യം, ഉജ്ജ്വല തേജസ്, ഇതിനൊക്കെ കാന്തി എന്ന് പറയും. അതുപോലെ തന്നെ ശരിയായ ജ്ഞാനം മനസ്സിൽ ഉറച്ചു കഴിഞ്ഞാൽ മുഖത്തു നിന്ന് സ്ഫുരിക്കുന്ന ആ ലാലിമയ്ക്കാണ് കാന്തി എന്ന് പറയുന്നത്. നമ്മളൊരു പരിവേഷം, ഭഗവാന്മാരെയൊക്കെ കാണുകയാണെന്ന് വെച്ചാൽ ഒരു പരിവേഷം കാണിക്കും. ആ പരിവേഷം പോലെ തന്നെ ആ ആളുകളുടെയൊക്കെ മുഖത്തുനിന്ന് സ്ഫുരിക്കുന്ന ആ ഭാവമാണ്, ആ ഉജ്ജ്വല ഭാവമാണ്, ആ തേജസ്സാണ് കാന്തി. അതുകൊണ്ട് ദേവി അത് ദേവി കാരണമാണ് കൊടുക്കപ്പെടുന്നത്. ദേവി തന്നെ തേജസ്സാണ്. അതുകൊണ്ട് ദേവിയെ കാന്തിമതി എന്ന പേരിൽ അറിയപ്പെടുന്നു. 465 നാമം. 466 നാമമാണ് ക്ഷോഭിണി. ക്ഷോഭിണി എന്ന് പറഞ്ഞാൽ ക്ഷോഭിക്കുന്നവള്, ദേവി ക്ഷോഭിക്കുന്നവളാണ്. അപ്പോൾ ക്ഷോഭിക്കാൻ കാരണം എന്താണ്? ക്ഷോഭം എന്ന് പറഞ്ഞാൽ ശരിക്കും ഉത്കടമായിട്ടുള്ള ചലനം അല്ലെങ്കിൽ ഇളക്കം, ഇതിനൊക്കെ ക്ഷോഭം എന്ന് പറയും. വളരെ വളരെ വിഗറസ് ആയിട്ടുള്ള മൂമെൻസിനെയാണ് ക്ഷോഭം എന്ന് പറയുന്നത്. ഇപ്പം ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഉച്ചത്തിൽ തലയും കൈയും ഒക്കെ ഇളക്കി ആംഗ്യം കാണിച്ച് സംസാരിക്കും. ക്ഷോഭിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ശരിക്കും ക്ഷോഭങ്ങൾ എന്തൊക്കെയുണ്ട്? മാനസിക ക്ഷോഭം, നമ്മൾ രണ്ട് തരത്തിലുള്ള ക്ഷോഭങ്ങളാണ് കാണുന്നത്. ഒന്ന് മാനസിക ക്ഷോഭം, നമ്മൾ വ്യാകുലപ്പെടുമ്പോൾ അല്ലെങ്കിൽ നമ്മൾക്ക് ഉദ്ദേശിച്ച കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ നമ്മൾ ക്ഷോഭിക്കും, ദേഷ്യം വരും, ചടുലമായിട്ടുള്ള നമ്മൾ വെള്ളമൊക്കെ എടുത്തു കുടിക്കും, വേഗം വേഗം റിയാക്ട് ചെയ്യാൻ പറ്റാത്തപ്പോൾ അതിന് ക്ഷോഭിച്ചുള്ള ആ ചലനങ്ങൾക്കും ആ പ്രതിക്രിയയ്ക്കും എന്ത് പറയുന്നു? ക്ഷോഭം എന്ന് പറയുന്നു. അതാണ് മാനസിക ക്ഷോഭം. ഇനിയോ ശരിക്കും പ്രകൃതിക്ഷോഭങ്ങളുണ്ട്. ഭൂചലനം, പെട്ടെന്ന് ശാന്തമായിരിക്കുന്ന ഭൂമി ഉത്കടമായിട്ട് ചലിക്കുന്നത് ഭൂചലനം. അതുപോലെ തന്നെ ശാന്തമായിരിക്കുന്ന ഒരു സുഷുപ്താവസ്ഥയിലിരിക്കുന്ന ഒരു പർവ്വതം അത് പൊട്ടിയിട്ട് അഗ്നിപർവ്വതമായി മാറുന്നു. ഇതൊക്കെ ക്ഷോഭങ്ങളാണ്, പ്രകൃതിക്ഷോഭമാണ്. പെട്ടെന്ന് മല ഇടിഞ്ഞ് ഉൾക്കടൽ പോലെ ഉരുൾപൊട്ടൽ പോലെ വരുന്നു. അതൊക്കെ പ്രകൃതിക്ഷോഭങ്ങളാണ്. അപ്പോൾ പ്രകൃതി പുരുഷന്മാരെ ശരിക്കും ദേവി ക്ഷോഭിപ്പിക്കുന്നത് എപ്പോഴാണ്? പരമശിവൻ അങ്ങനെ ആ പരമസന്യാസ തത്വം എടുത്തിട്ട് സൃഷ്ടിയൊന്നും ചെയ്യാതെ അങ്ങനെ ആ അന്തർലീന അവസ്ഥയിലിരിക്കുന്ന സമാധിയുടെ അവസ്ഥയിൽ, പരമസമാധിയുടെ അവസ്ഥയിലിരിക്കുന്ന പരമശിവനെ സൃഷ്ടി ഉന്മകൻ പരശിവനാക്കിയിട്ട് ആ പര എന്നുള്ള തത്വത്തെ കൊണ്ടുവന്ന് സൃഷ്ടിക്ക് പ്രോത്സാഹിപ്പിക്കുന്നത് അല്ലെങ്കിൽ സൃഷ്ടിക്ക് കാരണമാക്കി തീർക്കുന്നത് ദേവിയാണ്. അതുകൊണ്ട് അവിടെ ആ തത്വം, ആ ശാന്ത തത്വത്തെ ക്ഷോഭിപ്പിക്കുന്നത് ആരാണ്? അതിനകത്ത് കാമനകൾ ഉണർത്തിയിട്ട് ദേവിയാണ്. അതുകൊണ്ടും ദേവി ക്ഷോഭിണി എന്ന നാമത്തിൽ അറിയപ്പെടുന്നു. ഇനി രുദ്രനായാലും പുരുഷനായാലും എല്ലാ സ്ത്രീകളിലും ആ പുരുഷന് വേണ്ടിയിട്ടുള്ള എല്ലാവിധ ആ ശക്തിയും കൊടുക്കുന്നത്, ശിവശക്തിയായുക്തോ യതിഭവതി ശക്ത പ്രഭവിതും എന്ന് പറഞ്ഞതുപോലെ ആ ശക്തി കൊടുത്ത് അതിനെ യുക്തരാക്കിയിട്ട് ഉദാസീന ഭാവം കളഞ്ഞിട്ട് പ്രവർത്തിക്കുന്നത് ആരാണ്? പ്രവർത്തിപ്പിക്കുന്നത് പരാശക്തിയാണ്. ആ പരാശക്തി ക്ഷോഭിണി എന്ന നാമത്തിൽ അറിയപ്പെടുന്നു. അപ്പോൾ ക്ഷോഭം എന്ന് പറഞ്ഞാൽ ഇവിടെ ആ ഉത്കടമായിട്ടുള്ള പ്രകൃതിക്ഷോഭമോ അല്ലെങ്കിൽ മാനസിക ക്ഷോഭമോ ഒന്നുമല്ല. ദേവി
ഈ ഉദാസീനത മാറ്റിയിട്ട് എല്ലാവരെയും കർമ്മനിരതരാക്കുന്നു. രുദ്രൻ മുതൽ നമ്മൾ വരെയുള്ള എല്ലാ പശുപ്രാണികളെയും കർമ്മനിരതരാക്കുന്ന ആ ക്ഷോഭം ഉണ്ടാക്കുന്നത് ദേവിയാണ്. അതുകൊണ്ട് ദേവിയെ ക്ഷോഭിണി എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇനി 467 നാമമാണ് സൂക്ഷ്മരൂപിണി. സൂക്ഷ്മരൂപിണി എന്ന് പറഞ്ഞാൽ വളരെ സൂക്ഷ്മമായ രൂപമുള്ളവൾ. നമുക്കറിയാം, എത്ര സൂക്ഷ്മമാവുന്നുവോ അത്രയും ശക്തി വലുതാണ്. ഒരു ആറ്റം അതൊന്ന് ഇലക്ട്രോണും പ്രോട്ടോണും ന്യൂട്രോണും വേർതിരിച്ചതിനെ വിഘടിപ്പിക്കുമ്പോഴാണ് ആറ്റം ബോംബായി മാറുന്നത്, അല്ലേ? വെറിയ ഇരിക്കുന്ന ഒരു മേശയോ അല്ലെങ്കിൽ യുറാനിയത്തിൻ്റെ ഒരു കട്ട ഇരിക്കുന്നുണ്ട്, അതിനെ ഉറക്കെ ഒരു ദണ്ടെടുത്ത് അടിച്ചു, ആറ്റം ബോംബ് വരില്ല. അതിനെ ആ യുറേനിയത്തിൻ്റെ കട്ടയിൽ നിന്നും അതിനെ പൊടിച്ച് താഴോട്ട് പോയി തന്മാത്രയിലേക്ക് പോയി, തന്മാത്രയിൽ നിന്നും അതിൻ്റെ കോശത്തിലേക്ക് പോയി, കോശത്തു നിന്ന് അതിൻ്റെ ആറ്റത്തിലേക്ക് പോയി, ആറ്റത്തിന് അതിൻ്റെ എല്ലാ ആവരണങ്ങളും ഭേദിച്ച് അതിൻ്റെ ആ അന്തസത്തയിലേക്ക് പോകുമ്പോഴാണ് അണുവായി മാറുന്നത്. അണു വിസ്ഫോടനം ചെയ്യുമ്പോഴാണ് അപാരമായ ശക്തിയായിട്ട് മാറുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്, എത്ര സൂക്ഷ്മമാണ് നാനോ ടെക്നോളജി എന്നാണ് ഇതിന് പറയുന്നത് ശാസ്ത്രത്തിൽ. ആ നാനോ ടെക്നോളജി തന്നെയാണ് ദേവി. അതുകൊണ്ടാണ് ദേവി സൂക്ഷ്മരൂപിണി എന്ന നാമത്തിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ദേവിക്ക് സ്ഥൂല രൂപവുമുണ്ട്, സൂക്ഷ്മരൂപമുണ്ട്, പരം, നമ്മളിതൊന്നും കാണാൻ പറ്റാത്ത രീതിയിലുള്ള പര എന്നുള്ള അവസ്ഥയുണ്ട്. ഈ 3 രൂപങ്ങൾ നമ്മൾ കണ്ടതാണ്. അപ്പോൾ സൂക്ഷ്മമായതിനാൽ അറിയാൻ എളുപ്പമല്ല ദേവിയെ, അതുകൊണ്ടുകൂടി സൂക്ഷ്മരൂപിണിയാണ് ദേവി. അപ്പോൾ പെട്ടെന്ന് ഗ്രാഹ്യമല്ല ഇതൊന്നും. നമ്മൾ ഗുരുവായൂരപ്പനെ കുറിച്ചും ഭട്ടതിരിപ്പാട് അവ്യക്തം തേ സ്വരൂപം എന്ന് പറഞ്ഞതിനെ കുറിച്ചൊക്കെ അറിയും. ബ്രഹ്മമാണ് ദേവി. ഗുരുവായൂരിലിരിക്കുന്നത് ആരാണ്? ബ്രഹ്മമാണ്. ആ ബ്രഹ്മം തന്നെയാണ് ദേവി. അതുകൊണ്ട് ദേവി സൂക്ഷ്മരൂപിണിയാണ്. അതുകൊണ്ട് ദേവിയെ പെട്ടെന്ന് അറിയാൻ പറ്റില്ല. സൂക്ഷ്മം എന്ന് പറഞ്ഞാൽ നമുക്ക് യുറാനിയത്തിൻ്റെ കട്ടയെ അറിയാൻ പറ്റും, അതിനകത്തിരിക്കുന്ന ശക്തിയെ അറിയാൻ പറ്റില്ല. ഇത് തന്നെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. കുണ്ടലിനിയാണെങ്കിലും അതുപോലെ തന്നെ ബ്രഹ്മാണ്ടമാണെങ്കിലും നമ്മുടെ ഉള്ളിലിരിക്കുന്ന ജീവനാണെങ്കിലും എല്ലാം അത് തന്നെയാണ്. ആ ബ്രഹ്മത്തിൻ്റെ ചെറിയ രൂപം തന്നെയാണ്, മിനിയേച്ചറാണ്. അത് നമ്മൾക്ക് അറിയാൻ പറ്റാത്ത അവസ്ഥ വരുന്നത് കൊണ്ടാണ് ഈ അജ്ഞാനമെല്ലാം എന്ന് നമ്മൾ എപ്പോഴും പറയുന്നു. അപ്പോൾ പരമാത്മ സ്വരൂപമായവളാണ് ദേവി. അതുകൊണ്ട് ദേവി രൂപിണിയാണ്. ജീവികൾക്ക് സൂക്ഷ്മ ശരീരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സ്, ജ്ഞാനേന്ദ്രിയം, കർമ്മേന്ദ്രിയം ഇതൊക്കെ കൂടിയതാണ്. സ്ഥൂല ശരീരം എന്ന് പറഞ്ഞാൽ എന്താണ്? പഞ്ചഭൂതങ്ങളും പിന്നെ രക്ത, മാംസ, മാംസാദികളൊക്കെ കൂടിയതാണ് സ്ഥൂല ശരീരം. ഇനി കാരണശരീരവും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ മുകളിലിരിക്കുന്നതാണ് ദേവി, അതിസൂക്ഷ്മയായിട്ട്. ആ ദേവിയാണ് ഈ ബ്രഹ്മം, ഈ ബ്രഹ്മാണ്ടം. അതുകൊണ്ട് ദേവി സൂക്ഷ്മരൂപിണി എന്നുള്ള നാമത്തിൽ അറിയപ്പെടുന്നു. അപ്പോൾ അങ്ങനെ 467 നാമത്തോടു കൂടി നമ്മളുടെ ഈ 96 ശ്ലോകം അവസാനിച്ചിരിക്കുകയാണ്. നമുക്ക് 97 ശ്ലോകത്തിലേക്ക് പെട്ടെന്ന് പ്രവേശിക്കാം. വജ്രേശ്വരി വാമദേവി വയോവസ്ഥാ വിവർജിത സിദ്ധേശ്വരി സിദ്ധവിദ്യ സിദ്ധമാതാ യശസ്വിനി. ഇവിടെ വജ്രേശ്വരി വാമദേവി വയോവസ്ഥാ വിവർജിത സിദ്ധേശ്വരി സിദ്ധവിദ്യ സിദ്ധമാതാ യശസ്വിനി, ഇങ്ങനെ 7 നാമങ്ങളാണ്. 468 മുതൽ 474 വരെയുള്ള 7 നാമങ്ങളാണ് ഈ ശ്ലോകത്തിലുള്ളത്. ഓരോന്നോരോന്ന് നമുക്ക് കാണാം. വജ്രേശ്വരി എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിക്കും എവിടെയാണ് ദേവിയുടെ വാസസ്ഥാനം? നമ്മൾ കണ്ടു, ചിന്താമണി ഗൃഹമാണ്, ശ്രീപുരം എന്ന നഗരമാണ്, ശ്രീമൻ നഗരനായികയാണ് ദേവി. അപ്പൊ ശ്രീപുരത്ത് ദേവിയുടെ വാസസ്ഥാനത്ത് ധാരാളം സാലവനങ്ങളുണ്ട്. 10-16 സാലവനങ്ങൾ. ഇതൊക്കെ ബ്രഹ്മാണ്ഡ പുരാണത്തിൽ വളരെ വ്യക്തമായിട്ട് വിവരിക്കുന്നുണ്ട്, ഈ ദേവിയുടെ ഈ വാസസ്ഥാനവും എല്ലാം. അപ്പോൾ ഇതിനകത്ത് ഒരു 11-ാമത്തെയും 12-ാമത്തെയും സാലവനങ്ങൾക്കിടയിലൂടെ ഒരു നദി ഒഴുകുന്നുണ്ട്. ആ നദിയുടെ പേരാണ് വജ്ര എന്ന് പറയുന്നത്. അപ്പോൾ ആ വജ്ര എന്ന് പറയുന്ന നദിക്ക് ഉപദേവതയായിട്ട് ദേവിയുടെ തന്നെ അംശമായിട്ടുള്ള വജ്രേശ്വരി എന്നുള്ള ഒരു ദേവിയുമുണ്ട്. അപ്പോൾ ആ ദേവിയായിരിക്കുന്നത് ദേവിയുടെ തന്നെ ശ്രീമൻ നഗരത്തിലുള്ള അല്ലെങ്കിൽ ഈ ശ്രീപുരത്തിലിരിക്കുന്ന വജ്ര നദിയുടെ അധിപതിയായിട്ടുള്ള ദേവിയാണ്. ഇപ്പോൾ ഗംഗയുടെ അധിപതിയാണ് ഗംഗാദേവി. അതുപോലെ തന്നെ വജ്ര നദിയുടെ ആ ദേവിയാണ് വജ്രേശ്വരി എന്ന് പറയുന്നത്. ആ ദേവിയുടെ തന്നെ വിഭൂതിയാണ്. അതിനാൽ ദേവിയുടെ നാമം വജ്രേശ്വരി എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇനി ഭണ്ഡാസുരനുമായിട്ടുള്ള യുദ്ധം,
ഇന്ദ്രൻ കുറേ കാലം ഇന്ദ്രൻ യുദ്ധം ചെയ്തു ഭണ്ഡാസുരനുമായിട്ട്. അവസാനമാണ് തൻ്റെ എല്ലാ അവയവങ്ങളും ഹോമകുണ്ഡത്തിൽ അർപ്പിച്ചിട്ട് സ്വയം പ്രാർത്ഥിച്ച് പ്രാർത്ഥനാ നിരതനായിട്ടിരിക്കുകയാണ്. ഞാൻ എന്നെ തന്നെ തലയറുത്ത് അർപ്പിക്കാൻ തുടങ്ങുമ്പോഴാണ് ദേവി ചിദഗ്നികുണ്ഡ സംഭൂതയായിട്ട് ഉയർന്നു വരുന്നത്. അപ്പോൾ 18 അടവും ഇന്ദ്രൻ പ്രയോഗിക്കുകയാണ്. പക്ഷേ ഭണ്ഡാസുരനെ തോൽപ്പിക്കാൻ പറ്റുന്നില്ല. ഭണ്ഡാസുരൻ ചില്ലറക്കാരനൊന്നുമല്ല. കാരണം നമുക്കറിയാം ശതരുദ്രീയം എന്നുള്ള ആ 1000 നാമങ്ങളെ രുദ്രൻ തന്നെ ഒരു 1000 തവണ ജപിച്ച് 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 പരമശിവനെ തൃപ്തിപ്പെടുത്തിയ ആളാണ് ആര്? ഭണ്ഡാസുരൻ. അതുകൊണ്ടാണ് ഭണ്ഡാസുരനെ തോൽപ്പിക്കാൻ എളുപ്പമായിരുന്നില്ല. ഒരുപാട് നല്ല ക്വാളിറ്റികളും ഭണ്ഡാസുരനുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ യുദ്ധം ചെയ്യുന്ന സമയത്ത് ഇന്ദ്രൻ വജ്രായുധം പ്രയോഗിക്കുമ്പോൾ അതിനെ തട്ടിക്കളയാണ് ആര്? ഭണ്ഡാസുരൻ. അങ്ങനെ വജ്രായുധം നഷ്ടപ്പെടുകയാണ് ഈ ഇന്ദ്രന്. അവിടെ വെച്ചിട്ട് വജ്ര നദിയുടെ തീരത്ത് വന്ന് ഒരുപാട് ധ്യാനം ചെയ്യുകയാണ്. വജ്രേശ്വരിയായ ദേവിയെ ധ്യാനം ചെയ്യുകയാണ്. അങ്ങനെ വജ്രേശ്വരി പ്രത്യക്ഷപ്പെടുന്നു. വജ്ര നദിയിൽ നിന്നും ഇന്ദ്രന്റെ വജ്രായുധം എടുത്ത് കൊടുക്കുന്നു. അങ്ങനെ ആ കൊടുത്ത ദേവിയാണ് വജ്രേശ്വരി. അതുകൊണ്ടും ദേവിക്ക് വജ്രേശ്വരി എന്നുള്ള നാമം. ഈ രണ്ട് സന്ദർഭങ്ങളും ഓർക്കുക. എന്തായാലും ദേവി വജ്രേശ്വരിയാണ്. ഇന്ദ്രന് വജ്രായുധം പ്രദാനം ചെയ്തവളാണ് വീണ്ടും. അതുപോലെ തന്നെ വജ്ര നദിയുടെ ഉപദേവത ദേവിയുടെ തന്നെ അംശാവതാരമാണ്. അതുകൊണ്ടൊക്കെ ദേവി വജ്രേശ്വരി എന്ന നാമത്തിൽ അറിയപ്പെടുന്നു. ഇനി 469 നാമം വാമദേവി. ഇപ്പോൾ വാമദേവി എന്ന് പറഞ്ഞാൽ വാമദേവൻ ആരാണ്? പരമശിവനാണ്. അർദ്ധനാരീശ്വരനായിട്ടുള്ള ശിവനാണ് വാമദേവൻ. ആ വാമദേവന്റെ പത്നിയാണ് വാമദേവി. അപ്പോൾ നേരത്തെ കാളകണ്ഠി എന്ന് പറഞ്ഞതുപോലെ തന്നെ ശിവന്റെ പത്നിയായിട്ടുള്ള ദേവിയാണ്. അതുകൊണ്ട് ദേവിയുടെ നാമം വാമദേവി എന്ന പേരിൽ ഇവിടെ അറിയപ്പെടുന്നു. ഇനി വാമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുന്ദരി എന്നുള്ള അർത്ഥവുമുണ്ട്. ദേവി അതീവ സുന്ദരിയാണ്. അതുകൊണ്ടും ദേവി വാമദേവിയാണ്. ഇനി മഹാദേവൻ പഞ്ചമുഖനാണ്. വാമദേവൻ എങ്ങനെയാണ് എന്ന് നമുക്കൊന്നറിയാം പെട്ടെന്ന്. കാരണം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സ്പർശിച്ച് പോവാൻ ശ്രമിക്കും. കാരണം ഞാൻ ആദ്യമേ പറഞ്ഞു, ഇത് മഹാസാഗരമാണ് ലളിതാ സഹസ്രനാമം. എല്ലാ വേദങ്ങളും ഉപനിഷത്തുകളും ഇതിഹാസങ്ങളും എല്ലാം ഇതിനകത്ത് നിറച്ചു വെച്ചിരിക്കുകയാണ്. അതിനെ കറന്നെടുക്കുക, ഭഗവത്ഗീത കറന്നെടുക്കുന്നത് പോലെ അതിനെ കറന്നെടുക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഈശ്വരൻ കിഴക്ക് നോക്കിയിരിക്കുന്ന ശിവനാണ്. തൽപുരുഷൻ പടിഞ്ഞാറ് ദൃഷ്ടിയായിട്ടുള്ള അല്ലെങ്കിൽ മുഖമായിട്ടുള്ള ശിവനാണ്. അഘോരൻ എന്ന് പറയുന്നത് തെക്ക് ദൃഷ്ടിയായിട്ടുള്ള ശിവനാണ്. വാമദേവൻ എന്ന് പറഞ്ഞാൽ സൂചിപ്പിക്കുന്നത് പോലെ വടക്ക് മുഖമായിട്ടുള്ള ശിവനാണ് വാമദേവൻ. ഇനി സദ്യോജാതൻ എന്ന് പറഞ്ഞാൽ ആകാശത്തേക്ക് നോക്കിയിരിക്കുന്ന ശിവനാണ്. ഇങ്ങനെ 5 മുഖമാണ്, പഞ്ചമുഖനാണ് ശിവൻ. അതിൽ വടക്ക് നോക്കിയിരിക്കുന്ന ശിവൻ ആണ് വാമദേവൻ എന്നറിയുന്നത്. അത് അർദ്ധനാരീശ്വരൻ കൂടിയാണെന്നാണ് സങ്കല്പം. അതുകൊണ്ട് ദേവി വാമദേവന്റെ പത്നിയാണ്. അതുകൊണ്ട് ശിവപത്നി ആയതുകൊണ്ട് വാമദേവി എന്ന് പറയുന്നു. ഇനി നമ്മൾ കണ്ടു വിവിധ ആചാരങ്ങളുണ്ടെന്ന്. സമയാചാരം, കൗളാചാരം, മിശ്രാചാരം, വാമാചാരം. അപ്പോൾ ആചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വടക്ക് ദേശത്ത് ദേവിയെ കശ്മീർ ദേശം മുതൽ കന്യാകുമാരി വരെ വിവിധ ആചാരങ്ങളാൽ ദേവിയെ പൂജിക്കുന്നുണ്ട്. അതുകൊണ്ട് വടക്ക് ദേശത്തുള്ള ആചാരത്തിന് വാമാചാരം എന്നാണ് പറയുന്നത്. ആ ആചാരത്താൽ പൂജിക്കപ്പെടുന്ന ദേവി വാമദേവി എന്നും അറിയപ്പെടുന്നു. അങ്ങനെ വാമദേവിയെ നമഃ എന്ന് പറഞ്ഞ് നമുക്ക് 470 നാമത്തിലേക്ക് പ്രവേശിക്കാം. വയോവസ്ഥാ വിവർജിത. വയോ അവസ്ഥാ വിവർജിത. എന്താണ് വയോ അവസ്ഥ? വയോ എന്ന് പറഞ്ഞാൽ വയസ്സ്. വയോ അവസ്ഥ വിവർജിത എന്ന വാർദ്ധക്യ അവസ്ഥ ഇല്ലാത്തവള് എന്നുള്ളതൊക്കെ നമുക്ക് പെട്ടെന്ന് തോന്നും. ശരിയായ അർത്ഥം അങ്ങനെയല്ല. വയസ്സിന്റെ അവസ്ഥകളൊന്നുമില്ല. ബാല്യമില്ല, കൗമാരമില്ല, യൗവനമില്ല, വാർദ്ധക്യമില്ല. ഇതൊന്നും കാലം ദേവിയെ ബാധിക്കില്ല. കാരണം ദേവി കാലസ്വരൂപിണിയാണ്. കാലം തന്നെ ദേവിയാണ്. അതുകൊണ്ട് കാലം ദേവിയെ ബാധിക്കില്ല. ദേവിയെ ബാല എന്ന പേരിൽ പല ക്ഷേത്രങ്ങളിലും ആരാധിക്കുന്നുണ്ട്. ഏത് രൂപം വേണമെങ്കിൽ വിചാരിച്ചോളൂ. അപ്പോൾ ബാലസ്വരൂപിണിയായിട്ട് ദേവിയുണ്ട്. ബാല വിക്രമനന്ദിത എന്ന് പറഞ്ഞിട്ട് ബാല വന്നിട്ട് ഭണ്ഡാസുരന്റെ സൈന്യങ്ങളെയൊക്കെ തോൽപ്പിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ബാല എന്നുള്ള രൂപത്തിൽ നിങ്ങൾക്ക് ആരാധിക്കാം. അത് കഴിഞ്ഞ് യവനയുക്തമായിട്ടുള്ള ദേവിയാണ് എല്ലാ ക്ഷേത്രങ്ങളിലും ഇരിക്കുന്നത്. ഇനി മുത്തശ്ശിയാർകാവ് എന്ന് പറഞ്ഞ് പല സ്ഥലങ്ങളിലും
അപ്പം നമ്മുടെ അടുത്ത് മുത്തശ്ശിയാർക്കാവുണ്ട്, അതുപോലെ തന്നെ കൊല്ലത്ത് വളരെ ഫേമസ് ആയിട്ടുള്ള മുത്തശ്ശിയാർക്കാവുണ്ട്. മുത്തശ്ശിയുടെ രൂപത്തിൽ ദേവി ആരാധിക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മളുടെ സങ്കല്പങ്ങളാണ്. ദേവി മനസ്സിനും അതീതയാണ്, അതിനും അപ്പുറത്തുള്ളതാണ് ദേവി. അതുകൊണ്ട് ദേവി എന്ത് നാമത്തിൽ അറിയപ്പെടുന്നു? ദേവിയെ വയോ അവസ്ഥ വിവർജിത. ഇത് അതീതയാണ്. ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം ഒന്നും ദേവിയെ ബാധിക്കില്ല. ഈ വയസ്സിൻ്റെ അവസ്ഥകളെല്ലാം കാലത്തിന് അതീതയാണ്. അതുകൊണ്ട് ദേവി വയോ അവസ്ഥ വിവർജിത എന്ന നാമത്തിൽ അറിയപ്പെടുന്നു. ഇനി 471 നാമമാണ് സിദ്ധേശ്വരി. സിദ്ധേശ്വരി എന്ന് പറഞ്ഞാൽ സിദ്ധന്മാർക്ക് ഈശ്വരിയായവർ. അപ്പോൾ സാധന ചെയ്ത് നന്നായിട്ട് സാധന ചെയ്യുന്നവരാണ് ആര്? സിദ്ധന്മാര്. സിദ്ധന്മാരെ എന്ന് പറഞ്ഞാൽ നമ്മൾ യക്ഷകിന്നര ഗന്ധർവ സിദ്ധ വിദ്യാധര സ്തവ എന്ന് പറയുന്ന സിദ്ധന്മാരല്ല. നമ്മളിലുള്ള സിദ്ധികൾ കിട്ടിയിട്ടുള്ള, സാധന ചെയ്ത് ആ മൂലാധാര ചക്രത്തിലിരിക്കുന്ന ശക്തിയെ സഹസ്രാരത്തിലേക്ക് എത്തിക്കാൻ കെൽപ്പുള്ള സാധകന്മാരാണ്, ദേവി ഭക്തന്മാരെയാണ് ഇവിടെ സിദ്ധന്മാർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ സിദ്ധന്മാര് പല സിദ്ധികളും വരും അവർക്ക്. അതിലിടയ്ക്ക് അണിമ, ഗരിമ, ഈശിത്വം, വശിത്വം, അങ്ങനെ പ്രാകാശ്യം, പ്രാകാര്യം, ഇങ്ങനെ പല തരത്തിലുള്ള സിദ്ധികളും അവർക്ക് കിട്ടും. അതെല്ലാം നമ്മൾ അഷ്ടസിദ്ധി നൗ നിധിക്കേ ദാധ എന്ന് പറഞ്ഞപ്പോഴും രണ്ടാമത്തെ ശ്ലോകത്തിൽ ദേവിയെ പറഞ്ഞപ്പോഴൊക്കെ നമ്മൾ ഈ അഷ്ടസിദ്ധികളെക്കുറിച്ച് വിവരിച്ചതാണ്. അപ്പോൾ ഈ സിദ്ധികളൊക്കെ കിട്ടുമ്പോഴും ആ സിദ്ധികളൊന്നും വേണ്ട. കാരണം എല്ലാ സിദ്ധികളും എന്താണ്? ലൗകികമാണ്. അതുകൊണ്ടാണ് ശ്രീരാമകൃഷ്ണ പരമഹംസരും രമണ മഹർഷിയെ പോലത്തെ ഗുരുക്കളൊക്കെ സിദ്ധികളെ കാൽകൊണ്ട് തട്ടിയെറിഞ്ഞ് ഇതൊന്നും വേണ്ട എന്ന് പറഞ്ഞവരിരുന്നത്, കൗപീനധാരികളായി ഇരുന്നത്. അപ്പോൾ സിദ്ധി കിട്ടിക്കഴിഞ്ഞാൽ അതിൽ കുടുങ്ങിപ്പോയി കഴിഞ്ഞാൽ നമ്മളുടെ ജീവിതം വീണ്ടും പാഴായി മാറും. സാധന ചെയ്ത് ഞാൻ എന്തൊക്കെയാണോ എന്നുള്ള അറിവായി മാറും. ഈ കഥയും നമ്മൾ ഭാരതത്തിലെ കഥ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സന്ദർഭം കിട്ടുമ്പോൾ വീണ്ടും പറയാം. അപ്പോൾ അണിമാതി അഷ്ടസിദ്ധികൾ ദേവിയിൽ നിന്നും സിദ്ധന്മാർക്ക് ലഭിക്കുകയാണ് സാധന ചെയ്യുമ്പോൾ. അതുകൊണ്ട് അവർക്കൊക്കെ ഈശ്വരിയാണ് ദേവി. സിദ്ധന്മാര് ശരിക്കും എല്ലാം ഉപേക്ഷിച്ചവരാണ് സിദ്ധന്മാര്. അപ്പോൾ അവർക്കൊക്കെ ഈശ്വരിയാണ് ദേവി. അതുകൊണ്ട് ദേവിയെ സിദ്ധേശ്വരി എന്ന് വിളിക്കുന്നു. ഇനി സിദ്ധവിദ്യ എന്ന് പറയും. സിദ്ധവിദ്യ എന്ന് പറഞ്ഞാൽ ശരിക്കും സിദ്ധവിദ്യ എന്താണ്? പഞ്ചാക്ഷരി വിദ്യ തന്നെയാണ് സിദ്ധവിദ്യ. പഞ്ചാക്ഷരി മന്ത്രം, ഇവയെ പഞ്ചാക്ഷരി മന്ത്രം തന്നെയാണ് ശ്രീവിദ്യാ മന്ത്രം. ശ്രീവിദ്യാ മന്ത്രമൊക്കെ ഗുരുമുഖത്ത് നിന്ന് കിട്ടേണ്ടതാണ്. എങ്കിലും നമ്മൾ കുണ്ടലിനിയെ പറ്റിയൊക്കെ പറഞ്ഞപ്പോൾ, ശ്രീവിദ്യാ മന്ത്രത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ പഞ്ചാക്ഷരി ഓം എന്ന് കൂട്ടിയിട്ടൊരു ഷോഡശി മന്ത്രമായി മാറും. അത് ആ 15 അക്ഷരങ്ങളും ആ 15 അക്ഷരങ്ങളിലേക്ക് ഒളിഞ്ഞിരിക്കുന്ന ദേവതാശക്തികളുമൊക്കെ നമ്മൾ സൗന്ദര്യലഹരിയിലെ ശ്ലോകം കോട്ട് ചെയ്ത് പറഞ്ഞതാണ്. അപ്പോൾ ശ്രീവിദ്യാ മന്ത്രം തന്നെയാണ്, അത് സ്വരൂപമായവളാണ്. ശ്രീചക്രവും ദേവിയാണ്, ശ്രീവിദ്യാ മന്ത്രവും ദേവിയാണ്. അതുകൊണ്ട് തന്നെ ദേവിയെ സിദ്ധവിദ്യ എന്ന് പറയുന്നു. സിദ്ധവിദ്യാ മന്ത്രം ശ്രീവിദ്യാ മന്ത്രമാണ്. അപ്പോൾ സാധാരണഗതിയിൽ ഒരു മന്ത്രോപദേശം കൊടുക്കണമെങ്കിൽ ശരിക്കും സാധകന്റെ ജാതകമൊക്കെ നോക്കൂത്രേ. കാരണം അദ്ദേഹത്തിൻ്റെ സ്വഭാവം എന്താണെന്നും ഈ വിദ്യ അദ്ദേഹത്തിന് ഉൾക്കൊള്ളാൻ പറ്റുമോ എന്നുള്ളതും. വെറും ഒരു ജപനാമത്തെക്കുറിച്ചുള്ള മന്ത്രമല്ല പറയുന്നത്, സാധനാ മന്ത്രങ്ങൾക്ക് കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അതൊക്കെ പരിശോധിക്കണം. അതിന് സിദ്ധാരി ചക്ര ശോധന എന്നാണ് പറയുക. അപ്പോൾ സിദ്ധാരി ചക്ര ശോധന ചെയ്തിട്ടാണ് ഒരു ഗുരു ശരിക്കും അത്യുൽക്കടമായിട്ടുള്ള അല്ലെങ്കിൽ ഉജ്ജ്വലമായ മന്ത്ര ഉപദേശങ്ങൾ ചെയ്യുള്ളൂ ശിഷ്യനത്രേ. പക്ഷേ ശ്രീവിദ്യാ മന്ത്രം ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം ശ്രീവിദ്യാ മന്ത്രം തന്നെ എന്താണ്? സിദ്ധവിദ്യയാണ്. എല്ലാവിധ സാധകന്റെ എല്ലാവിധ ദോഷങ്ങളെയും അത് കംപ്ലീറ്റ്ലി നിഷ്കാസനം ചെയ്യും, നിർമാർജനം ചെയ്യും. അതുകൊണ്ട് സിദ്ധിയിലേക്ക് എത്തിക്കുന്ന വിദ്യയാണ്. അതുകൊണ്ട് ഈ വിദ്യക്ക് സിദ്ധവിദ്യ എന്ന് പറയുന്നത്. അപ്പോൾ ശ്രീവിദ്യാ മന്ത്രം തന്നെയാണ് സിദ്ധവിദ്യ എന്ന് പറയുന്നത്. അതുകൊണ്ട് ദേവി സിദ്ധവിദ്യ സ്വരൂപിണിയാണ്. അതുകൊണ്ട് ഈ നാമത്താൽ ദേവി അറിയപ്പെടുന്നു, സിദ്ധവിദ്യ എന്നുള്ള നാമത്താൽ. ഇനി അടുത്ത നാമമാണ് സിദ്ധമാത. സിദ്ധമാത എന്ന് പറഞ്ഞാലോ സിദ്ധന്മാർക്ക് അമ്മയായിട്ടുള്ളവൾ. അപ്പോൾ സിദ്ധന്മാരെ നമ്മൾ കണ്ടു. സിദ്ധന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഉപേക്ഷിച്ചവരാണ്, ലൗകിക ജീവിതം ഉപേക്ഷിച്ചവരാണ് അവർ. അവർക്ക് നോക്കാൻ ബന്ധുക്കളോ മിത്രാദികളോ ഒന്നുമില്ല. സകല ചരാചരങ്ങളുടെയും അമ്മയാണ് ദേവി. എന്നാലും സിദ്ധന്മാർക്ക് ഏറെ പ്രിയമുള്ളവളാണ് ദേവി. അപ്പോൾ സിദ്ധന്മാരെ എപ്പോഴും കാത്തുരക്ഷിക്കുന്നവളാണ് ദേവി. അതുകൊണ്ട് ദേവിയെ സിദ്ധമാത എന്ന് പ്രത്യേക തരത്തിൽ വിളിക്കുന്നു.
അതുകൊണ്ട് ദേവി സിദ്ധന്മാർക്ക് പ്രത്യേക കരുണയുണ്ട്, സിദ്ധന്മാർക്ക് വേണ്ടിയിട്ട് ദേവിയുടെ ഉള്ളില്. അതുകൊണ്ട് ദേവി സിദ്ധമാത, അവരുടെ അമ്മയാണ്. അവർക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നതും സംസാര ബന്ധനത്തിൽ നിന്നും വിമുക്തമാക്കിയിട്ട് അവരെ അങ്ങനെ ആ പരമമായിട്ടുള്ള കാലചക്രത്തിൽ നിന്നും അല്ലെങ്കിൽ ജനന മരണമായിട്ടുള്ള ആ ചക്രങ്ങളിൽ നിന്നും മോചിപ്പിച്ചിട്ട് അവർക്ക് മോക്ഷം കൈവല്യം കൊടുക്കുന്നത് ആ അമ്മയാണ്. അതുകൊണ്ട് ദേവി സിദ്ധന്മാർക്ക് ഇഷ്ടമുള്ള അമ്മയാണ്. അതുകൊണ്ട് സിദ്ധമാത എന്ന് വിശേഷിപ്പിക്കുന്നു ദേവിയെ. ഇനി 474 നാമം യശസ്വിനി. യശസ് എന്ന് പറഞ്ഞാൽ യശസ്, മഹാപ്രഭാവം, അതുപോലെ ഐശ്വര്യം, പിന്നെ അഴക്, ഇതെല്ലാം ദേവിയിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ദേവി തന്നെയാണ് ഇതൊക്കെ. ഈ ബ്രഹ്മാണ്ടത്തിലെ എല്ലാ ഐശ്വര്യവും എല്ലാ യശസ്സും എല്ലാ സൗന്ദര്യവും ദേവി തന്നെയാണ്. അതുകൊണ്ട് ദേവിയെ യശസ്വിനി എന്ന് വിളിക്കുന്നു. സകല യശസ്സും ചരാചരങ്ങൾക്ക് പ്രദാനം ചെയ്യുന്നവളും ദേവിയാണ്. അതിൻ്റെ രൂപമായിട്ട് ഇരിക്കുന്നതും ദേവി തന്നെയാണ്. അതുകൊണ്ട് ദേവിയെ യശസ്വിനി എന്ന് പറയുന്നു. ഇതൊക്കെ നമുക്ക് എളുപ്പമായിട്ട് പോകാൻ പറ്റിയ നാമങ്ങളാണ്. അതുകൊണ്ട് 97-ാമത്തെ ശ്ലോകം ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നമ്മൾ 98-ാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കുകയാണ്. വിശുദ്ധിചക്രനിലയ ആരക്തവർണ ത്രിലോചന ഖഡ്വാങ്കാദിപ്രഹരണ വദനൈക സമന്യുത. വിശുദ്ധിചക്രനിലയ ആരക്തവർണ ത്രിലോചന ഖഡ്വാങ്കാദിപ്രഹരണ വദനൈക സമന്യുത. ഇവിടെ വിശുദ്ധി ചക്രനിലയ ആരക്തവർണ ത്രിലോചന എന്ന് കൂട്ടി വായിക്കും, രണ്ട് നാമങ്ങളാണെങ്കിലും. അല്ലെങ്കിൽ രക്തവർണ എന്നുള്ള അത് ആയി മാറും. അതുകൊണ്ട് ആരക്തവർണവും രക്തവർണവും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാവുന്ന നാമം എടുക്കുമ്പോൾ. അപ്പോൾ 475 മുതൽ 479 വരെയുള്ള 5 നാമങ്ങളാണ് ഇവിടെയുള്ളത്. ഇനി ഈ നാമങ്ങൾ, ഇനിയുള്ള 60 നാമങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ടതാണ്. ഈ നാമങ്ങൾ വായിക്കുമ്പോൾ നമുക്കൊന്നും മനസ്സിലാവില്ല. ലാഗിന്യാംബാസ്വരൂപിണി, ഡാഗിന്യാംബാസ്വരൂപിണി, രാഗിന്യാംബാസ്വരൂപിണി എന്നൊക്കെ കേൾക്കും. പിന്നെ കുറേ വിശേഷണങ്ങളും കേൾക്കും. അപ്പോൾ ഒരു പിടിയും കിട്ടില്ല. അപ്പോൾ അത് ഈ 60 നാമങ്ങളും ഇനി നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കണം. 475 മുതൽ 534 വരെയുള്ള 60 നാമങ്ങൾ എന്താണ്? ആധാര ചക്രങ്ങളിൽ 7 യോഗിനി രൂപത്തിൽ ദേവിയുടെ ഉപദേവതകളെ കുടികൊള്ളുകയാണ്. അപ്പോൾ ശരീരമാണെങ്കിലും ക്ഷേത്രമാണെങ്കിലും കുണ്ടലിനിയാണെങ്കിലും ബ്രഹ്മാണ്ടമാണെങ്കിലും ഇതൊക്കെ ഒന്ന് തന്നെയാണ്. നമ്മൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറഞ്ഞു, ആ കുണ്ടലിനി ചക്രം തന്നെയാണ് നമ്മുടെ ശരീരം. ക്ഷേത്രവും അത് തന്നെയാണ്. ക്ഷേത്രത്തിലെ കൊടിമരം എന്ന് കൊടിമരവും കൊടിയേറ്റൊക്കെ സൂചിപ്പിക്കുന്നത് മൂലാധാരത്തിൽ നിന്നും ആ കുണ്ടലിനി ഉയർത്തി ആ പ്രദേശത്തുള്ളവർക്കൊക്കെ ആ കരുണ എത്തിക്കുകയാണ്, ആ ദേവിയുടെ മഹിമ എത്തിക്കുക എന്നുള്ളതാണ് എന്നൊക്കെ നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ശരിക്കും ഈ 60 നാമങ്ങളിൽ 7 യോഗിനികളായിട്ട് ഇങ്ങനെ ഈ ചക്രങ്ങളിൽ, ഈ ആധാര ചക്രങ്ങളിൽ, ഈ ആധാര ചക്രങ്ങൾ എന്ന് പറഞ്ഞാൽ 6 ഷഡ്ചക്രങ്ങളും ഒരു സഹസ്രാര ചക്രവുമാണ്. അതാണ് 7 ചക്രങ്ങളുടെ സവിശേഷത. ആ ഓരോ ചക്രത്തിനും ദേവിയുടെ തന്നെ ഉപദേവതകളായിട്ടുള്ള യോഗിനിമാരുണ്ട്. ആ യോഗിനിമാരെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ആ യോഗിനിയെ കാണും. ആദ്യം അവരുടെ രൂപം കാണും, അത് കഴിഞ്ഞ് അവരുടെ വർണ്ണം കാണും, അത് കഴിഞ്ഞ് അവർ ധരിച്ചിരിക്കുന്ന ആഭരണങ്ങളും ആയുധങ്ങളും കാണും, അത് കഴിഞ്ഞ് അവരെവിടെയാണ് ആസ്ഥാനമായിരിക്കുന്നതെന്ന് കാണും, അവർ ഭുജിക്കുന്ന നൈവേദ്യം എന്താണെന്ന് കാണും. ഇതെല്ലാം വർണ്ണിച്ച് അവസാനം ആ യോഗിനിയുടെ പേര് പറയും. ഇതാണ് ഇനി കാണാൻ പോകുന്നത്. അപ്പോൾ വീണ്ടും നമ്മൾ കുണ്ടലിനിയിലേക്ക് പോവുകയാണ്. നമ്മൾ പറഞ്ഞു ഈ സഹസ്രനാമം കഴിയുമ്പോഴേക്കും നമുക്ക് ഇതൊക്കെ അങ്ങോട്ട് ശരിക്കും മനസ്സിൽ ഉറക്കണം. ഇതിങ്ങനെ എത്ര പ്രാവശ്യമായിട്ടാണ് നമ്മൾ കുണ്ടലിനിയെ പലതരത്തിലും സ്പർശിച്ചു പോകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ശരീരത്തെ നമ്മൾ ഒരിക്കലും ഒരു മാലിന്യം ക്യാരി ചെയ്യാനുള്ള അല്ലെങ്കിൽ മനസ്സിൻ്റെ ക്രയവിക്രയങ്ങൾ നടത്താനുള്ള ഒരു കാര്യമായിട്ട് മാത്രം ചെയ്യരുത്. പരിശുദ്ധമായിട്ടുള്ള ഒരു ചൈതന്യം കുടികൊള്ളുന്ന ക്ഷേത്രം തന്നെയാണ് ഈ ശരീരം എന്ന് എപ്പോഴും ഓർക്കണം. അങ്ങനെ കർമ്മങ്ങളെയൊക്കെ അങ്ങനെ ലഘൂകരിച്ച് നമ്മൾ പിന്നെ അവിടെ എത്തിച്ചേരണം. അതാണ് ഈ ജന്മത്തിൻ്റെ ലക്ഷ്യം തന്നെ. അപ്പോൾ ഈ ആധാരചക്രങ്ങൾ നമുക്ക് ഓരോ ചക്രത്തിലും ദേവിയുടെ രൂപം, വർണ്ണം, ദേവിയുടെ ആയുധങ്ങളൊക്കെ ഉണ്ട് നമ്മൾ പറഞ്ഞു. ഇനി ഷഡാധാര ചക്രത്തിൽ മൂലാധാരം മുതൽ വിശുദ്ധി ചക്രം വരെ അഞ്ചാമത്തതാണ് വിശുദ്ധി ചക്രം. അപ്പോൾ ആദ്യം പറയുന്നത് എന്താണ്? വിശുദ്ധി ചക്ര നിലയ എന്നാണ് 475-ാമത്തെ ആദ്യത്തെ നാമത്തിൽ പറയുന്നത്. വിശുദ്ധി ചക്ര നിലയ.
അപ്പോൾ ശരിക്കും വിശുദ്ധി എന്ന് പറയുന്നത് ഏത് ചക്രത്തിനാണ് വിശുദ്ധി? നമ്മൾ ആദ്യത്തെ ചക്രം നമ്മൾ കണ്ടു, മൂലാധാരമാണെന്ന്. അത് നമ്മളുടെ ആ, ആ, ലൈംഗിക അവയവത്തിനും ഗുദസ്ഥാനത്തിനും ഇടയ്ക്ക് നട്ടലിന് അടിയിലാണെന്നും അവിടുത്തെ കുണ്ടലിനിയിലെ ആ കുണ്ടത്തിലെ ദേവി കുളകുണ്ടാലയായിട്ട് വർത്തിക്കുന്നു ഒക്കെ നമ്മൾ കണ്ടു. അവിടുന്ന് അതിനെ ഉയർത്തി, അതാണ് സ്ഥിരത, കർമ്മത്തിൻ്റെ സ്ഥിരത കൊടുക്കുന്നത്. അടിസ്ഥാന ദേവനാണ് അവിടെ ആര്? ഗണപതി. അതുകൊണ്ടാണ് ഗണപതിക്ക് എപ്പോഴും പൂജിക്കുന്ന കർമ്മങ്ങളൊക്കെ നേടാൻ വേണ്ടിയിട്ട്. അവിടെ നിന്നും അടുത്ത ചക്രമാണ്, അത് പൃഥ്വി തത്വമാണ്. ഗണപതിയെ ഉണ്ടാക്കിയിരിക്കുന്നതേ പൃഥ്വി തത്വത്തിൽ നിന്നാണ്. അപ്പോൾ പൃഥ്വി തത്വമാണത്, പഞ്ചതത്വങ്ങളാണ് ഇതെല്ലാം കണക്റ്റഡ് ആണ്. ബ്രഹ്മാണ്ടം ഉണ്ടാക്കിയത് തന്നെയാണ് ശരീരവും. അപ്പോൾ പഞ്ചതത്വങ്ങളിൽ ആദ്യമായിട്ടുള്ള തത്വമാണ് ആ പൃഥ്വി തത്വം. പൃഥ്വി തത്വത്തിൽ നിന്നും മുകളിലോട്ട് പോകുന്നതായിട്ടാണ് നമ്മൾ ഇതേവരെ കണ്ടത്. രണ്ടാമത്തത് നമ്മൾ സ്വാധിഷ്ഠാനം വരുമ്പോൾ ജലതത്വമാണ്. അവിടെയാണ് നമ്മുടെ ബ്ലാഡർ ഇരിക്കുന്നത്, മൂത്രാശയവും ഒക്കെ ഇരിക്കുന്നത് ജലതത്വമാണത്. അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും മുന്നോട്ട് വരുമ്പോൾ മണിപ്പൂര ചക്രം വരും. അവിടെ അഗ്നിയാണ് തത്വം. അവിടെയാണ് നമ്മുടെ ദഹന പ്രക്രിയ നടക്കുന്നത് കൊണ്ട് അഗ്നിയാണ് തത്വം മണിപ്പൂര ചക്രത്തിൽ. അവിടെ നിന്ന് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അങ്ങനെ ഓരോരോ ചക്രങ്ങൾ നമ്മൾ കയറി പോകുമ്പോൾ അഞ്ചാമത്തെ ചക്രമായിട്ട് വരുന്നത് ഏതാണ്? നമ്മുടെ കണ്ഠസ്ഥാനത്തെത്തും. ആ കണ്ഠസ്ഥാനമാണ് അനാഹതം എന്ന് പറഞ്ഞാൽ ഹൃദയസ്ഥാനമാണ്. അത് കഴിഞ്ഞാൽ കണ്ഠത്തിലെത്തും. കണ്ഠചക്രമാണ് വിശുദ്ധി ചക്രം. അപ്പോൾ വിശുദ്ധി ചക്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഷഡാചാര ചക്രങ്ങളിൽ ബ്രഹ്മത്തിനടുത്ത് എത്തി നിൽക്കുകയാണ്. ബ്രഹ്മം എന്ന് പറഞ്ഞാൽ ബ്രഹ്മരന്ധ്രം എവിടെയാണ്? ശിരോ, ആ സഹസ്രാരത്തിന് മുകളിലുള്ള രന്ധ്രമാണ് ബ്രഹ്മരന്ധ്രം. അത് കൂടെയാണ് പ്രാണൻ പ്രവേശിക്കുന്നതും അതുപോലെ തന്നെ സിദ്ധന്മാരുടെ പ്രാണൻ പോകുന്നതും സാത്വികന്മാരുടെ പ്രാണൻ പോകുന്നതും ബ്രഹ്മരന്ധ്രത്തിൽ കൂടെയാണ്. അപ്പോൾ ആ ബ്രഹ്മരന്ധ്രത്തിനടുത്ത് എത്തി, അല്ലെങ്കിൽ ബ്രഹ്മത്തിനടുത്ത് എത്തി നിൽക്കുകയാണ് അവിടെ കണ്ഠത്തിലെത്തുമ്പോൾ. അതുകൊണ്ടാണ് വിശുദ്ധി എന്ന് പറയുന്നത്. അപ്പോൾ പഞ്ചഭൂതങ്ങൾ എന്തുകൊണ്ടാണ് ഇത് ആദ്യം വിശുദ്ധിയിൽ തുടങ്ങിയത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, മൂലാധാരത്തു നിന്നല്ലേ തുടങ്ങേണ്ടത്, കുണ്ടലിനി അവിടെ നിന്നല്ലേ ജാഗ്രത ആയിട്ട് പോകുന്നത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതിനുത്തരം എന്താണ്? ആദ്യം ഉണ്ടായ തത്വം ആകാശതത്വമാണ്. നമ്മൾ കണ്ടു സൃഷ്ടിയുടെ സമയത്ത് പ്രൈമോഡിയൽ മാറ്റർ എന്നുള്ള കാരണ ജലധി ആ ശക്തിയോട് കൂടിയുള്ള ശിവൻ പരശിവനാവുന്നതും അങ്ങനെ സൃഷ്ടി ഉണ്ടാക്കാൻ എന്തുകൊണ്ടോ തോന്നുന്നതും അങ്ങനെ ഓരോന്നായി മാറുന്നതും. അപ്പം ആദ്യം ഉണ്ടാവുന്നത് ആകാശതത്വമാണ്. ആകാശതത്വത്തിൽ നിന്നും വായുതത്വം ഉണ്ടാവുന്നു. വായുതത്വത്തിൽ നിന്നും അഗ്നിതത്വം ഉണ്ടാവുന്നു. അഗ്നിതത്വത്തിൽ നിന്നും ജലതത്വം ഉണ്ടാവുന്നു. ജലതത്വത്തിൽ നിന്നും പൃഥ്വി തത്വം ഉണ്ടാവുന്നു. ഇങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ആകാശതത്വം എന്ന് പറഞ്ഞാൽ വിശുദ്ധി ചക്രമാണ്. അതുപോലെ തന്നെ വായുതത്വം എന്ന് പറഞ്ഞാൽ ലങ്സ് ആണ്. നമ്മൾ പറഞ്ഞു ഹൃദയം, ലങ്സ്. വായുതത്വം അനാഹതമാണ്. അഗ്നി എന്ന് പറഞ്ഞാൽ നമ്മുടെ മണിപ്പൂര ചക്രമാണ്, നമ്മുടെ ദഹന പ്രക്രിയകൾ നടക്കുന്ന സ്ഥലമാണ്. ജലം എന്ന് പറഞ്ഞാൽ സ്വാധിഷ്ഠാനമാണ്, ബ്ലാഡർ ഇരിക്കുന്ന നാഭിക്ക് തൊട്ട് താഴെയുള്ള സ്ഥലമാണ്. പൃഥ്വി തത്വമാണ് മൂലാധാര ചക്രം. ഇതൊക്കെ വളരെ കൃത്യമായി ശാസ്ത്രീയമായിട്ട് എഴുതി വച്ചിരിക്കുകയാണ്. ഇതൊന്നും അറിയാതെ വല്ലതും ചോദിക്കുമ്പോൾ പകച്ച് അയ്യോ ഇതൊക്കെ എന്തൊക്കെ വെട്ടിത്തരങ്ങളാ, ആ ക്ഷേത്രത്തിൽ പോയിട്ട് കുറേ പ്രാർത്ഥിക്കുക, അവിടുന്ന് കുറേ ബെഗ് ചെയ്യുക, വേറെ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് കുറേ ബ്രൈബ് ചെയ്യുക, ഇതൊന്നുമല്ല. ഇതൊക്കെ അറിയാനുള്ള വഴികൾ മാത്രമാണ്. വളയത്ത് കൂടെ ചാടിയിട്ട് വളയില്ലാതെ ചാടാൻ പഠിക്കുന്നത് പോലെ. അപ്പോൾ അതാണ് ഇവിടെ കാണിക്കുന്നത്. ശരിക്കും പഞ്ചഭൂതങ്ങളിൽ ആദ്യം ഉണ്ടായത് ആകാശമാണ്. ഇങ്ങനെ ആ 5 തത്വങ്ങൾ കഴിഞ്ഞു. ഇനിയോ പിന്നെ ഭ്രൂമധ്യത്തിൽ നമ്മളുടെ അജ്ഞാചക്രമുണ്ട്. അത് കഴിഞ്ഞ് സഹസ്രാരമുണ്ട്. അത് കൂടുമ്പോഴാണ് 7 ചക്രങ്ങളായി മാറുന്നത്. ഷഡ്ചക്രങ്ങളും സഹസ്രാരത്തെ ചക്രമായിട്ട് പറയില്ല എങ്കിലും ഷഡ്ചക്രങ്ങളും പ്ലസ് സഹസ്രാരമാണ്. അപ്പോൾ ആദ്യത്തെ ഉണ്ടായത് ആകാശമാണ്. അതുകൊണ്ട് വിശുദ്ധി ചക്രം എന്ന് പറയുന്നു. ഇങ്ങനെ 7 യോഗിനിമാരെ ഓരോ ചക്രത്തിലും സ്തുതിക്കുന്നുണ്ട്. അപ്പോൾ വിശുദ്ധി ചക്രം എന്ന് പറഞ്ഞാൽ 16 ഇതളുകളുള്ള ഒരു താമരയാണ്, അല്ലേ? അങ്ങനെയാണ് സൂചിപ്പിക്കുന്നത്. 16 ഇതളുകളുള്ള ഒരു താമരയായിട്ടാണ് കണ്ഠത്തിലിരിക്കുന്ന വിശുദ്ധി ചക്രം. ആ വിശുദ്ധി ചക്രത്തിൻ്റെ 16 ഇതളുകളുടെയും മധ്യത്തിൽ അതിൻ്റെ കർണികയിൽ ദേവി സ്ഥിതയാണ്. എങ്ങനെ? ഡാഗിനി രൂപത്തിൽ. അത് അവസാനേ വരുള്ളൂ. ഡാഗിനി രൂപത്തിൽ ദേവി കുടികൊള്ളുകയാണ്. അതുകൊണ്ട് വിശുദ്ധി ചക്ര നിലയ എന്ന് ദേവിയെ വിളിക്കുന്നു. വളരെ കൃത്യമായിട്ട് ഇതിനെ നമ്മൾ അവതരിപ്പിച്ചു. ഇത് വീണ്ടും കേൾക്കുക. അപ്പോൾ നമ്മളുടെ ആ ഒരു മറക്കുമ്പോൾ വീണ്ടും ഈ എപ്പിസോഡ് നോട്ട് ചെയ്ത് കേൾക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും അതിനെക്കുറിച്ച് കൂടുതൽ ആ ധാരണ മനസ്സിൽ വരും. അപ്പോൾ ആ കർണികയിൽ 16 ദലങ്ങളുള്ള ആ കണ്ഠസ്ഥ ചക്രത്തിൻ്റെ വിശുദ്ധി ചക്രത്തിൻ്റെ
ആ കർണികയിൽ ഇരിക്കുകയാണ്. എന്ത് കുണ്ടലിനി കയറി കയറി കയറിയിട്ട് അതിൻ്റെ എല്ലാവിധ നമ്മൾ മാലിന്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു. ആ, എന്താണ് ആണവ മാലിന്യങ്ങൾ, അല്ലേ? 3 തരത്തിലുള്ള മാലിന്യങ്ങളുണ്ട്. ആ മാലിന്യങ്ങളിലെ എല്ലാ ആണവ മാലിന്യങ്ങളും നീങ്ങിയതിന് ശേഷം ആ പ്രാണൻ ശുദ്ധമായി മാറുന്നത് ആദ്യമായിട്ട് വിശുദ്ധി ചക്രത്തിൽ എത്തുമ്പോൾ. അതുകൊണ്ടാണ് വിശുദ്ധി ചക്രം എന്ന് പറയുന്നത് ബ്രഹ്മത്തോട് അടുക്കാനുള്ള ഒരു അടുത്ത് നിൽക്കുന്ന ജീവന്റെ അവസ്ഥയാണ് വിശുദ്ധി ചക്രത്തിൽ ഇതിലെത്തിയതുകൊണ്ട്. അതുകൊണ്ട് അവിടെ ഇരിക്കുന്ന ദേവിയെ വിശുദ്ധി ചക്രനിലയ എന്ന് പറയുന്നു. ഇനി 476 നാമം നോക്കാം. ആരക്തവർണ. അപ്പോ വിശുദ്ധി ചക്ര നിലയാരക്തവർണ എന്ന് ഒരുമിച്ച് വായിക്കണം. ആരക്തവർണ എന്ന് പറയുന്നത്, ആരക്തം എന്ന് പറഞ്ഞാൽ ചുവപ്പും വെളുപ്പും കറന്ന നിറമാണ്. പാടലം എന്ന് കണ്ടു. മതപാടല ഗണ്ഡഭൂഹു എന്നുള്ള നാമം നമ്മൾ കണ്ടപ്പോൾ അത് കണ്ടതാണ്. അപ്പോൾ ഇളം ചുവപ്പ് നിറമാണ്, പാടല വർണ്ണമാണ്. അതുകൊണ്ടാണ് ആരക്തവർണ്ണം എന്ന് പറയുന്നത്. ഇപ്പോൾ വിശുദ്ധി ചക്രത്തില് ഡാഗിനി രൂപത്തില് സ്ഥിതി ചെയ്യുന്ന ദേവിയുടെ വർണ്ണം ആരക്തമാണ്. അതുകൊണ്ട് ദേവിയെ ആരക്തവർണ്ണ എന്നുള്ള ആ ധ്യാനം, ആ സ്വരൂപം ധ്യാനിക്കുമ്പോൾ ആ സ്വരൂപം നമ്മൾ ആ പാടലവർണ്ണത്തെ ധ്യാനിക്കുന്നു. ഇനിയോ 477 നാമം ത്രിലോചന. ഇവിടെ ദേവിക്ക് 3 കണ്ണുകളുണ്ട്. ത്രംബക എന്ന് കണ്ടപ്പോഴും നമ്മൾ കണ്ടു സൂര്യനും ചന്ദ്രനും അഗ്നിയുമാണ് ദേവിയുടെ. അതുകൊണ്ടാണ് സൂര്യന്റെ വെളിച്ചവും ചന്ദ്രന്റെ വെളിച്ചവും അതുപോലെ തന്നെ സന്ധ്യയും ഉണ്ടാവുന്നത് എന്നൊക്കെ നമ്മൾ കണ്ടു. ത്രിലോചന. ഈ ഡാഗിനീശ്വരിക്ക് 3 കണ്ണുകളാണുള്ളത്. ഇനിയോ ഖഡ്വാങ്കാദി പ്രഹരണ. എന്തായി ഖഡ്വാങ്കാദി പ്രഹരണ? ഖഡ്വാംഗം തുടങ്ങിയ പ്രഹരണ ആയുധങ്ങളുള്ളവൾ. ഖഡ്വാംഗം തുടങ്ങിയ പ്രഹരണ ആയുധങ്ങളുള്ളവളാണ്. അതുകൊണ്ടാണ് ദേവിയെ ഖഡ്വാങ്കാദി പ്രഹരണ. ഖഡ്വാംഗം എന്ന് പറഞ്ഞാൽ ശരിക്കും കട്ടിലിൻ്റെ ഒക്കെ കാല് ഇങ്ങനെ ചില ഗോൾ ലംബയായിട്ടുണ്ടാവും. ഗതയുമല്ല, എന്നാൽ അതിൻ്റെ കൂടെയൊക്കെയുള്ള ആകൃതിയിലുള്ള പഴയ കട്ടിലിൻ്റെയൊക്കെ കാലിൻ്റെ ആകൃതിയുള്ള ഒരു ആയുധമാണ് ഖഡ്വാംഗം. ആ ഖഡ്വാംഗം ആദി എന്ന് പറഞ്ഞാൽ അത് മാത്രമല്ല, 4 കൈകളുണ്ട് ദേവിക്ക്. ആ 4 കൈകളിലും ഓരോ ആയുധങ്ങൾ ദേവി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഖഡ്വാംഗം അത് ശരിക്കും മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ദണ്ടിൽ കോർത്തിട്ടുള്ള നരമസ്തകം. അപ്പോൾ ഈ രാക്ഷസന്മാരായിട്ടുള്ള മനുഷ്യന്മാരെ വധിച്ച് ഒരു ശൂലത്തിൽ കോർത്തിട്ട് ഇങ്ങനെ പിടിച്ചപ്പോൾ അഘോരികളെയൊക്കെ കാണാൻ നമുക്ക് കുംഭമേളയിലേക്കൊക്കെ പോയപ്പോൾ നമ്മൾ കണ്ടതാണ്. അതിങ്ങനെ ആ തലയോട്ടി കോർത്തൊരു ദണ്ടുണ്ടായിരിക്കും. അപ്പോൾ അതിനെയും ഖഡ്വാംഗം എന്ന് പറയും. ഇനി മറ്റുള്ള ആയുധങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് ഖഡ്വാംഗമാണ്, ഒന്ന് ഖഡ്ഗമാണ്, ഒന്ന് ത്രിശൂലമാണ്, ഒന്ന് മഹാചർമ്മമാണ്. മഹാചർമ്മം എന്ന് പറഞ്ഞാൽ ചർമ്മം കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഒരു പരിചയാണ്. ആ പരിചയ്ക്കാണ്, രാക്ഷസന്മാരുടെ ചർമ്മം കൊണ്ടുണ്ടാക്കിയിട്ടുള്ള പരിചയ്ക്കാണ് മഹാചർമ്മം എന്ന് പറയുന്നത്. ഈ 4 കൂടിയതാണ്. ഇത് ഒരു ധ്യാന ശ്ലോകം നമ്മൾ കാണും. സമയം കിട്ടുവാണെങ്കിൽ ഇന്ന് ആ ധ്യാന ശ്ലോകത്തിൽ, ഡാഗിനീശ്വരിയുടെ ധ്യാന ശ്ലോകത്തിൽ ഇത് നമുക്ക് വിവരിക്കാൻ പറ്റും എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഖഡ്വാങ്കാദി പ്രഹരണ, പ്രഹരിക്കാൻ വേണ്ടിയിട്ട് ആയുധങ്ങൾ വെച്ചിരിക്കുകയാണ് ദേവി ഖഡ്വാങ്കാദികൾ ഉപയോഗിച്ചിട്ട്. വദനേക സമന്യത. വദന ഏക സമന്യത എന്ന് വെച്ചാൽ ഒരൊറ്റ വദനമേ ഡാഗിനി ദേവിക്കുള്ളൂ. 2, 3, 4 ഒക്കെ ആയിട്ട് വരും. ഇനി 7 വദനങ്ങളാവും പോയിട്ട്. അപ്പോൾ വദന ഏക സമന്യത. ഏക എന്നാണ് വദന ഏക സമന്യത. വദനൈക സമന്യത, ഏകവദനയായിരിക്കുന്നവളാണ് ആര്? ഡാഗിനി ദേവി. അപ്പോൾ എന്തുകൊണ്ടാണ്? ആകാശത്തിന് ഒരൊറ്റ തന്മാത്രയേ ഉള്ളൂ, ശബ്ദം. ശബ്ദത്തിൽ നിന്നാണ് എല്ലാം ഉണ്ടായത് നമുക്കറിയാം. ഓങ്കാരം, അല്ലേ? ആ നാദധ്വനിയിൽ നിന്നാണ് ബ്രഹ്മം ഉറവെടുക്കുന്നത്. അപ്പോൾ ആകാശത്തെ സ്പേസ് എന്നാണ് പറയുന്നത്. ഇതിനൊക്കെയാണ് സ്പേസും പിന്നെ സ്പേസിൻ്റെ തിയറിയൊക്കെ ഭയങ്കര സയൻസിലൊക്കെ വളരെ വലുതാണ്. അപ്പോൾ ശബ്ദം എന്നുള്ള തന്മാത്ര മാത്രമേയാണ് ആകാശം എന്നുള്ള തത്വത്തിലുള്ളൂ. അതുകൊണ്ട് ഒരൊറ്റ മുഖമേയാണ് ഡാഗിനീശ്വരിക്കുള്ളൂ. അത് കാരണം ഇത് ശബ്ദമാണ് അവിടുത്തെ കണ്ഠസ്ഥാനത്തെ ആ വിശുദ്ധി ചക്രത്തിൻ്റെ ആധാരം. അതുകൊണ്ട് ആകാശം ശബ്ദം ഒന്നേ ഉള്ളൂ. അതുകൊണ്ട് വദനേക സമന്വിത, ഒറ്റ വദനത്തോടു കൂടിയിരിക്കുന്നവളാണ്. ഇനിയോ അടുത്ത ശ്ലോകം കൂടെ വായിക്കുമ്പോഴാണ് ഈ ശ്ലോകം കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പോൾ 99-ാമത്തെ ശ്ലോകത്തിലേക്ക് പോവാം. പായസാന്ന പ്രിയാ തുക്സ്ത പശുലോക ഭയങ്കരി
അമൃതാതിമഹാശക്തി സംവൃതാടാകിനീശ്വരി. കേട്ടോ, ഡാകിനീശ്വരി വന്നു. അപ്പോൾ ഈ 98ഉം 99ഉം ശ്ലോകങ്ങൾ കൂട്ടി വായിക്കണം. അപ്പോഴാണ് നമുക്കിതിൻ്റെ മുഴുവൻ കിട്ടുന്നത്. അത് രണ്ടും കൂടി ഒരുമിച്ച് നമുക്ക് ഒരു കൂടെ പിന്നെ വായിക്കാം ഇത് കഴിഞ്ഞാൽ. പായസാന്നപ്രിയ. ദേവിക്ക് എന്താണ് പ്രിയം? പയസ് കൊണ്ടുണ്ടാക്കിയിട്ടുള്ള അന്നം. പയസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പാല്. അപ്പോൾ പയസ് അഥവാ പാല് കൊണ്ട്, പാലിൽ വേവിച്ചിട്ടുള്ള അന്നം, ചോറ്. അപ്പോൾ പാൽപ്പായസം, അതിനകത്ത് മധുരവും അതുപോലെ തന്നെ തേനും ഒക്കെ കൂട്ടിക്കഴിഞ്ഞാൽ ഗംഭീരമായി. ഇങ്ങനെ പയസ്സിൽ വേവിച്ചിട്ടുള്ള അന്നം പ്രിയമായിട്ടുള്ളതാണ് ദേവി. അതുകൊണ്ട് ദേവിയെ പായസാന്നപ്രിയ എന്ന് വിളിക്കുന്നു. ഇനിയോ 481 നാമം ത്വക്സ്ത. എവിടെയാണ് ദേവി? എന്ത് ധാതുവിലാണ് ദേവി സ്ഥിതി ചെയ്യുന്നത്? ശരീരത്തിലുള്ള സപ്തധാതുക്കൾ ശരീരത്തിലുണ്ട്. സപ്തധാതുക്കൾ നമ്മൾ കണ്ടതാണ്. ഇനി ഓരോന്നോരോന്നായി കാണും. സപ്തധാതുക്കളിൽ ഒന്നാണ് ത്വക്ക്. ആ ത്വക്കില് എന്താണുള്ളത്? ദേവി ത്വക്കിലാണ്. ദേവിയുടെ സപ്തധാതുവില് ത്വക്ക് അല്ലെങ്കിൽ സ്പർശേന്ദ്രിയത്തിലാണ് ദേവി ഇരിക്കുന്നത്. നമ്മുടെ സ്പർശനം എന്ന് കൊടുക്കുന്ന ആ ആ ഇന്ദ്രിയത്തിൽ ഇരിക്കുന്നതാണ് ദേവി. ത്വക്സ്ത എന്ന് പറഞ്ഞാൽ ത്വക്ക് എന്ന ധാതുവിൽ സ്ഥിതി ചെയ്യുന്നവളാണ്. നമ്മുടെ ശരീരത്തിലെ സപ്തധാതുക്കളിൽ ഒന്നായ ത്വക്ക് എന്ന ധാതുവിലാണ് ഈ ദേവി സ്ഥിതി ചെയ്യുന്നത്. ഇനിയോ ത്വക്സ്ത എന്ന് കഴിഞ്ഞാൽ അടുത്ത നാമമാണ് പശുലോക ഭയങ്കരി. ഇവിടെ അഭയങ്കരി എന്നൊന്നും മാറ്റേണ്ട ആവശ്യമില്ല. പശുലോക ഭയങ്കരി. പശുലോകം പല സ്ഥലത്തും നമ്മൾ കണ്ടു. പശു എന്ന് പറഞ്ഞാൽ മൃഗമായി തീർന്ന മനുഷ്യൻ, ജ്ഞാനമില്ലാത്ത മനുഷ്യൻ, അജ്ഞാനി, ബ്രഹ്മത്തെക്കുറിച്ച് ഒരു ബോധവുമില്ല, എത്ര പഠിച്ചിട്ടും കാര്യമില്ല. ആ അജ്ഞാനമുള്ള മനുഷ്യനാണ് പശു. എന്തും ചെയ്യും, എന്ത് കർമ്മവും ചെയ്തുകൊണ്ട് നടക്കും. അപ്പോൾ പശുലോകത്തിന് ഭയങ്കരിയായവളാണ് ദേവി. പശു എന്ന് പറഞ്ഞാൽ മൃഗം, അല്ലെങ്കിൽ മൂഢരായിട്ട് അജ്ഞാനികളായിട്ടുള്ള മനുഷ്യരെയാണ്. മൂഢർ എന്ന് പറഞ്ഞാൽ പാവങ്ങളായിട്ടുള്ള വിഡ്ഢികളെ അല്ല പറയുന്നത് കേട്ടോ. അവരൊക്കെ ദേവിയെ അത്രയും മനസ്സിൽ ആരാധിക്കുന്നുണ്ടായിരിക്കും. നമ്മളെപ്പോലെ എല്ലാം അറിഞ്ഞിട്ടും ഒന്നും അറിയാഞ്ഞിട്ടും എല്ലാം അറിയുന്നു ധരിച്ചു നടക്കുന്ന മൂഢന്മാരായ മർത്യന്മാരെയാണ് പശുലോകരെ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പശു എന്ന് പറയുന്നത്. അപ്പോൾ വിവരമില്ലാത്ത മൃഗസമാനരായ മനസ്സ് എന്ത് പറഞ്ഞുവോ അത് നടക്കുന്ന പഞ്ചേന്ദ്രിയങ്ങളെ, എന്ത് മനസ്സിൻ്റെ ചാഞ്ചല്യം വന്നുവോ അതിനനുസരിച്ച് പ്രവർത്തിപ്പിക്കുന്ന ആളുകളെയാണ് പശുലോകരെ എന്ന് പറയുന്നത്. ആ പശുലോകർക്ക് മുഴുവൻ ഭയങ്കരിയാണ് ഈ ഈശ്വരി. ഈ ചക്രത്തിലുള്ള ഷഡ്ചക്രങ്ങളിലെ പഞ്ചചക്രങ്ങളിലെ ഇവിടെ ആദ്യമായി സൂചിപ്പിച്ചിട്ടുള്ള ആ വിശുദ്ധി ചക്രത്തിലിരിക്കുന്ന ദേവി. അപ്പോൾ പശുലോക ഭയങ്കരി. വിദ്യാവിഹീന പശുഹു എന്നൊരു സുഭാഷിതമുണ്ട്. എന്താണ് ആപ്തവാക്യത്തിൽ? വിദ്യ എന്ന് വെച്ചാൽ അറിവില്ലാത്തവൻ. അറിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പുസ്തകത്തിലുള്ള അറിവ് മാത്രമല്ല, പരാശക്തിയും താനും പ്രപഞ്ചവും ഒന്നാണെന്ന അദ്വൈത ബോധം അതില്ലാത്ത ആളാണ് മൃഗം. ഇവിടെ പറയുന്നത് പരാശക്തിയും താനും ഒന്നാണെന്നുള്ള, പ്രപഞ്ചവും, ഇത് മൂന്നും ഒന്നാണ്. അല്ലെങ്കിൽ പ്രപഞ്ചത്തെ നശിപ്പിക്കില്ല നമ്മൾ. ഇത് മൂന്നും ഒന്നാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ, ആ ബോധം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ജ്ഞാനികളായി മാറി എന്നുള്ളതാണ്. അപ്പോൾ ദേവിയുടെ രൗദ്രരൂപം ശരിക്കും ജ്ഞാനികളെ പേടിപ്പിക്കില്ല. ദേവി എന്തൊക്കെ രൂപത്തിൽ വന്നിട്ടുണ്ട്. പ്രഹ്ലാദൻ നരസിംഹ രൂപത്തിനെ കണ്ടിട്ട് ഒരു പേടിയുണ്ടായില്ല പ്രഹ്ലാദന്. കാരണം ഇത് മഹാവിഷ്ണുവാണെന്ന് അദ്ദേഹത്തിന് അറിയാം, നമുക്ക് അറിയില്ല അത്. അപ്പോൾ രൗദ്രരൂപിണി ആസുരിക ശക്തികൾക്കും അസുരന്മാർക്കുമാണ് ദേവിയുടെ രൗദ്രരൂപത്തെ പേടിയുള്ളൂ. അതുകൊണ്ട് ദേവി എന്താണ്? പശുലോക ഭയങ്കരിയാണ്. പശുലോകത്തിന് ഭയങ്കരിയായിട്ടുള്ളവളാണ്. ഇനിയോ 483 നാമം അമൃതാദി മഹാശക്തി സംവൃത. ഒറ്റ നാമമാണ്, നോട്ട് ചെയ്ത് വെച്ചോളൂ. അമൃതാദി മഹാശക്തി സംവൃത. ഇവിടെ നമുക്കൊന്ന് കുറച്ച് വിശദീകരിക്കേണ്ടി വരും ഈ നാമം. അമൃത ആദിയായിട്ടുള്ള മഹാശക്തികളാൽ ചുറ്റപ്പെട്ടവളാണ് ദേവി. അമൃത ആദി. അപ്പോൾ അമൃത ഒരു ഉപദേവിയാണ്. അപ്പോൾ ആദ്യം നമ്മൾ എന്താ പറഞ്ഞ? ഈ ഈ 16 ദലങ്ങളുള്ള താമരയാണ് വിശുദ്ധി ചക്രം, അല്ലേ? അപ്പോൾ 16 ദലങ്ങളിൽ അതിൻ്റെ നടുക്ക് കർണികയിലാണ് ഡാകിനിയായിട്ട് ദേവി ഇരിക്കുന്നത്. അപ്പോൾ 16 ദളങ്ങൾക്കും ഉപദേവതകൾ വേണ്ടേ? തീർച്ചയായിട്ടും വേണം. ഡാകിനിയായിരിക്കുന്ന ദേവിയെ സേവിച്ചിരിക്കുന്ന 16 ഉപദേവതകൾ വേണം. ആ 16 ഇതളുകളുള്ള കമലത്തിൻ്റെ രൂപമായിട്ടുള്ള വിശുദ്ധി ചക്രത്തിൽ ഇരിക്കുന്ന ദേവതകളാണ് അമൃത ആദിയായവർ. സൗഭാഗ്യ ഭാസ്കരം പോലും ഈ 16 പേര് കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല. പക്ഷേ ഇതിന് വളരെ ഗംഭീരമായിട്ട് ഈ നിരൂപകന്മാരും അതുപോലെ തന്നെ നമ്മുടെ യോഗിവര്യന്മാരും ഒക്കെ
മനീഷികള് ഇതിൻ്റെ അർത്ഥം പറഞ്ഞു വെച്ചിട്ടുണ്ട്. ശരിക്കും 16 ആയിരിക്കുന്ന ഇത് എന്താണ്? 16 സ്വരാക്ഷരങ്ങളാണ്. കണ്ഠത്തിൽ നിന്നും എന്താണ് വരുന്നത്? ശബ്ദം. ആകാശത്തിന്റെ തന്മാത്ര എന്താണ്? ശബ്ദം. ഒക്കെ കണക്കാണ് അല്ലേ? അപ്പോൾ 16 സ്വരാക്ഷരങ്ങളാണ് സംസ്കൃതത്തില്. ആ, ആ, ഈ, ഈ, ഊ, ഊ, ഋ, ഋ. സംസ്കൃതത്തിൽ 2 ഉണ്ട്. അതുപോലെ തന്നെ എള്, എള്, 2 അക്ഷരങ്ങളുണ്ട്. ഏ, ഏ, അത് കഴിഞ്ഞാൽ ഓ, ഓ, അം, ആ. ഇങ്ങനെ 16 അക്ഷരങ്ങളാണ്. അതിനകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ആ എന്നുള്ളത് അമൃത, അമൃത മുതലാണ് അമൃതാദി. ആ എന്ന് പറഞ്ഞാൽ ആകർഷിണി. ഈ എന്ന് പറഞ്ഞാൽ ഇന്ദ്രാണി. ഈ എന്ന് പറഞ്ഞാൽ ഈശാനി. ഉ എന്ന് പറഞ്ഞാൽ ഉമ. ഊ എന്ന് പറഞ്ഞാൽ ഊർധ്വകേശി. ഋ എന്ന് പറഞ്ഞാൽ ഋന്ദിത. ഋ എന്ന് പറഞ്ഞാൽ ഋകാര. ഇതുപോലെ തന്നെ ള് എന്ന് പറഞ്ഞാൽ ളുകാര. അതുപോലെ ലൂകാര, ലു എന്ന് പറഞ്ഞാൽ. എ എന്ന് പറഞ്ഞാൽ ഏകപദ. അത് പറഞ്ഞാൽ ഐ എന്ന് പറഞ്ഞാൽ ഐശ്വര്യാത്മിക. എ, ഐ. ഐ എന്ന് പറഞ്ഞാൽ ഐശ്വര്യാത്മിക. എ, എ എന്നുള്ള അക്ഷരം സംസ്കൃതത്തിലില്ല. എ, ഐ, ഐശ്വര്യാത്മിക. ഓ, ഓംകാരം അല്ലെങ്കിൽ ഓംകാര. ഔ എന്ന് പറഞ്ഞാൽ ഔഷധി. അതുപോലെ തന്നെ അം എന്ന് പറഞ്ഞാൽ അംബിക. അതുപോലെ അ എന്ന് പറഞ്ഞാൽ അക്ഷര. ഇങ്ങനെ 16 സ്വരാക്ഷരങ്ങൾക്കും ഓരോ ഖണ്ഡത്തിലുള്ള അനാഹത പത്മത്തില് ഓരോ അക്ഷരങ്ങളും ഉച്ചരിക്കുമ്പോൾ വേണ്ടാത്തത് പറയാൻ തോന്നിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുക. കാരണം അനാഹത പത്മത്തിലിരിക്കുന്ന അക്ഷരദേവതകളായിട്ടിരിക്കുന്ന വാഗ്ദേവതകളാണ് ഇതെല്ലാം. അവരുടെ നടുവിലാണ് ദേവി ഇരിക്കുന്നത്, ഡാഗിന്യാമ്പ സ്വരൂപിണിയായിട്ട്. അപ്പോൾ ഈ 16 ഇതിനും ചുറ്റുമുള്ള ദേവതകളാണ് ഇവര്. ഇനി ഇതുപോലെ തന്നെ സർവ ശാപ പരിപൂരക ചക്രം എന്ന് പറയും. എന്തിന്? അതിനും 16 ദളങ്ങളാണ്. ശ്രീചക്രത്തിലത്തെ പുറത്തിരിക്കുന്ന ചക്രത്തെ സർവ ശാപ പരിപൂരക ചക്രം എന്ന് പറയും. ആ ചക്രത്തിലെ 16 ദളങ്ങളാണ് അതിനകത്തും. അപ്പോൾ ഇത് മനുഷ്യൻ ശരീരം, കുണ്ടലിനി. ഇനി ശ്രീചക്രം എടുക്കുകയാണെങ്കിൽ ഇത് തന്നെയാണ്. നമ്മൾ വാഗ്ഭവകൂടം, മധ്യകൂടം, ശക്തികൂടം എന്ന് കണ്ടു. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ 3ഉം. അതിന് ആദ്യം 16 ഇതളുകളിൽ എങ്ങനെയാണ്? ആദ്യത്തെ ചക്രത്തിൽ ആഗ്രഹം, ബുദ്ധി, ഇങ്ങനെ 2 ബുദ്ധിശക്തി, ഇങ്ങനെ 2 അവിടെ കാമാകർഷിണി. ആഗ്രഹം എന്താണ്? കാമം. അത് കഴിഞ്ഞ് ബുദ്ധി ആകർഷിണി. ഇങ്ങനെ 2 തരത്തിൽ ദേവി ഇരിക്കുന്നു. അത് കഴിഞ്ഞ് 3ഉം 4മത്തെ ഇതളുകളാണ് അഹങ്കാരം, ശബ്ദം. അവിടെ അഹങ്കാര രൂപിണി, അതുപോലെ ശബ്ദാകർഷിണി എന്ന് പറഞ്ഞിരിക്കുന്നു. ഇതുപോലെ സ്പർശം, രൂപം, രസം, ഗന്ധം, ചിത്തം, ധൈര്യം, സ്മൃതി, നാമം, ബീജം, ആത്മാവ്, അമൃത്, ശരീരം, ഇങ്ങനെ 16 ഇതളുകളായിട്ട് ആ ചക്രത്തിലേത് ഈ സർവ പൂരക ചക്രത്തില് ദേവി ആ ചക്രത്തില് ഉപദേവതകളായിരിക്കുന്നത്. ഇതിലൊക്കെ ഇപ്പം അമൃതം എന്ന് പറഞ്ഞാൽ അമൃതാകർഷിണിയാണ്, ശരീരം എന്ന് പറഞ്ഞാൽ ശരീരാകർഷിണിയാണ്, ഗന്ധം എന്ന് പറഞ്ഞാൽ ഗന്ധാകർഷിണിയാണ്. ഇങ്ങനെയും ശ്രീചക്രത്തിനെ വിശദീകരിക്കുമ്പോഴേക്കും നമുക്ക് ഏറ്റവും നന്നായി വിശദീകരിക്കാൻ പറ്റുന്നത് നമ്മുടെ കണ്ഠസ്ഥാനത്തിലിരിക്കുന്ന ഈ വിശുദ്ധി ചക്രത്തിലെ 16 ദളങ്ങളിലെ താമര എന്ന് പറഞ്ഞാൽ സ്വരാക്ഷരങ്ങളാണ്. അതിനകത്ത് 16 ഉപദേവതകള് അതിൽ ചുറ്റപ്പെട്ടിരിക്കുന്ന ദേവിയാണ് എന്ന് നമുക്കിവിടെ മനസ്സിലാക്കാം. ഇനി അടുത്ത എന്താണ്? അമൃതാദി മഹാശക്തി സംവൃത ഡാഗിനീശ്വരി. കഴിഞ്ഞില്ലേ? 2 ശ്ലോകങ്ങളിൽ മുഴുവൻ വിവരിച്ചു. എവിടെ ഇരിക്കുന്നെന്ന് വിവരിച്ചു, എന്താ വർണ്ണമെന്ന് വിവരിച്ചു, എന്താണ് ആയുധമെന്ന് വിവരിച്ചു, എന്താണ് ആയുധമെന്ന് വിവരിച്ചു. അതിനുശേഷം എന്താണ് ഏത് ധാതുവിലാണ് ഇരിക്കുന്നത് വിവരിച്ചു, എന്തിനെ കൊണ്ട് ചുറ്റപ്പെട്ടതാണെന്ന് വിവരിച്ചു. അതിനുശേഷം പറയാണ് അമൃതാദി മഹാശക്തി സംവൃത ഡാഗിനീശ്വരി. അമൃതാദികളായിട്ടുള്ള 16 ഉപദേവതകളാൽ ചുറ്റപ്പെട്ടിരിക്കുന്ന ആ ഡാഗിനീശ്വരിക്ക് നമസ്കാരം. അപ്പോൾ വിശുദ്ധി ചക്രത്തിൻ്റെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന കുറച്ചൊക്കെ പൈശാചികതയുള്ള ദേവിയാണ് ഡാഗിനീശ്വരി. അതുകൊണ്ട് ദേവിയെ നമുക്ക് ഒരൊറ്റ ശ്ലോകം, ആ ശ്ലോകം ചൊല്ലിക്കഴിഞ്ഞാൽ ഇത് മുഴുവൻ ക്രീവാകൂപേ വിശുദ്ധൗ നൃപദളകമലേ ശ്വേതരക്താം ത്രിനേത്രാം ഹസ്തൈകഡ്വാം ഖഡ്ഗൗ ത്രിശിഖമപി മഹാചർമ്മ സംധാരയന്തിം വക്ത്രാണൈകേന യുക്താം പശുജനഭയദാം പായസാന്യൈകസക്താം ത്വക്സ്താം വന്ദേ അമൃതാദ്യൈ പരിവൃത ഡുഷാം ഡാഗിനിം വീരവന്ദ്യാം. ഇവിടെ എന്താ പറയുന്നത്? ശ്രീ വാകൂപേ,
വിശുദ്ധൗ. എവിടെയാണ് ഇരിക്കുന്നത് ദേവി? നൃപദള കമലേ. അപ്പോൾ വിശുദ്ധി ചക്രത്തിലാണ്. വാ വാക്കാവുന്ന കൂപത്തിലാണ്, കണ്ഠമാവുന്ന ശ്രീവാകൂപം എന്ന് പറഞ്ഞ കണ്ഠമാണ്. കണ്ഠത്തിലെ ഈ കുഴിയിലാണ് വിശുദ്ധി ചക്രം. അവിടെ വിശുദ്ധി ചക്രത്തിലാണ്. നൃപദള കമലേ, 16 ഇതളുകളുള്ള കമലത്തിലാണ്. ശ്വേതരക്തമാണ്. ശ്വേതരക്തം എന്ന് പറഞ്ഞാൽ പാടലവർണ്ണമാണെന്ന് നമ്മൾ പറഞ്ഞു. ത്രിനേത്രമാണെന്ന് നമ്മൾ പറഞ്ഞു. ഹസ്തൈ ഖഡ്വാംഗ ഖഡ്ഗൈ ത്രിശിഖമപി മഹാചർമ്മ സംധാരയന്തി. ഇവിടുന്നാണ് നമ്മൾ, ഈ ശ്ലോകത്തിൽ നിന്നാണ് നമ്മൾ 4 ആയുധങ്ങളെ എടുത്തത്. ഖഡ്വാംഗമുണ്ട്, ത്രിശിഖയുണ്ട്, മഹാചർമ്മമുണ്ട്. ഇതൊക്കെ എടുത്തിട്ടുള്ള ദേവിയാണ്. ഖഡ്ഗവുമുണ്ട്, ഇതെടുത്തിട്ടുള്ളതാണ്. ഒറ്റ വക്ത്രമാണ്. വക്രാണേകം ആണ്. യുക്താം പശുജന ഭയതാം, പശുലോക ഭയങ്കരിയാണ്. പായസാന്ന പ്രിയയാണ് ദേവി. ത്വക്ക് എന്നുള്ള ധാതുവിൽ ഇരിക്കുന്നവളാണ് ദേവി. ആ ദേവിയെ ഞാൻ വന്ദിക്കുന്നു. അപ്പോൾ ഈ ഒരൊറ്റ ശ്ലോകത്തോട് കൂടിയിട്ട് ഈ 2 ശ്ലോകങ്ങളും കഴിഞ്ഞു. ഇനി അങ്ങനെ നമ്മൾ 100ാമത്തെ ശ്ലോകത്തിലേക്ക് പ്രവേശിക്കുകയാണ്. 100ഉം 101ഉം ഒരുമിച്ച് വായിക്കുമ്പോഴാണ് ഇതേപോലെ അടുത്ത ഈശ്വരിയെ കിട്ടുള്ളൂ. എങ്കിലും നമ്മൾ 100ാമത്തെ ശ്ലോകം ആദ്യം വായിക്കാം. അനാഹദാബ്ജ നിലയ ശ്യാമാഭാവദനദ്വയ ദംഷ്ട്രോജ്വല അക്ഷമാലാദിധര രുധിര സംസ്ഥിത. ഇവിടെ അനാഹതാബ്ജ നില. ഇനി പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും. കാരണം ആദ്യമായിട്ട് നമ്മൾ ഡാഗിനീശ്വരിയെ മനസ്സിലാക്കി. ഇനി അടുത്തത് രാഗിനീശ്വരിയെ മനസ്സിലാക്കാൻ പോവുകയാണ് നമ്മൾ. അപ്പോൾ അനാഹതാബ്ജ നിലയ. അപ്പോൾ താഴത്തേക്കാണ് വരുന്നത് സഹസ്രാരം, അത് കഴിഞ്ഞാൽ ആജ്ഞ, അത് കഴിഞ്ഞാൽ നമ്മൾ വിശുദ്ധി കണ്ടു. അപ്പോൾ വിശുദ്ധി നിന്ന് താഴത്തേക്കാണ് പോകുന്നത്. അപ്പോൾ വിശുദ്ധി ചക്രം ആദ്യത്തെ കണ്ടു നമ്മൾ. അനാഹതാബ്ജ നിലയ. അബ്ജം എന്ന് പറഞ്ഞാൽ താമര. അപ്പോ അനാഹത താമരയിലാണ് ഇവിടെ ഇരിക്കുന്നത്. ഷഡാധാരങ്ങളില് അനാഹത പത്മത്തിൽ നിലയമായിരിക്കുന്നവളാണ് ദേവി. ആ ദേവിയെ രാഗിണി ദേവിയാണ്. ആ ദേവിക്ക് നമസ്കാരം. അനാഹതാബ്ജ നിലയ. ഇനിയോ എവിടെയാണ്? മണിപൂരക ചക്രത്തിനും വിശുദ്ധി ചക്രത്തിനും. മണിപൂരക ചക്രം എന്ന് പറഞ്ഞാൽ നമ്മളുടെ നാഭീചക്രമാണ്. അതുപോലെ തന്നെ ഖണ്ഡചക്രമാണ് വിശുദ്ധി ചക്രം. അതിന് നടുവിലാണ് ഈ ഹൃദയചക്രം. ആ ഹൃദയസ്ഥാനത്തുള്ള ചക്രമാണ്. അതുകൊണ്ട് ഹൃചക്രം എന്നും അനാഹത ചക്രത്തിന് പറയുന്നു. അപ്പോൾ അനാഹതത്തിന് ഹൃചക്രം എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇതിന് എത്ര ദലങ്ങളാണ്? 12 ദലങ്ങളാണ് ഇതിനുള്ള. അപ്പോൾ നേരത്തെ 16 ആയിരുന്നു, ഇപ്പോൾ 12 ആയി. അപ്പോൾ 12 ദലങ്ങളിലെ ഈ ചക്രമാണ് അനാഹത ചക്രം. അതിൻ്റെ നടുവില് കർണികയിലിരിക്കുകയാണ് ദേവി. അപ്പോൾ ആ ദേവിക്ക് നമസ്കാരം. ഇനി ദേവി എങ്ങനത്താണ്? ശ്യാമാഭ. 486ാമത്തെ. കറുത്ത വർണ്ണമാണ് ദേവിയുടെ. ശ്യാമ നിറമാണ്. കാളി എന്നൊക്കെ പറയാം നമുക്ക്. ഇനി ദേവിക്ക് എന്താണുള്ളത്? വദനദ്വയം. നേരത്തെ ഒരൊറ്റ കണ്ഠത്തിലെ ആകാശം, നമ്മുടെ ശബ്ദം മാത്രമേ തന്മാത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഇനി വദനദ്വയമാവുമ്പോൾ 2 മുഖങ്ങളാണ് ഇവിടെയുള്ള ദേവിക്കുള്ളത്. എന്തുകൊണ്ടാണ്? ഇവിടെ വായുതത്വമാണ്. വായുതത്വത്തിന് ശബ്ദവും സ്പർശവും 2 തരത്തിലുള്ള, വായുതത്വത്തിന് 2 തരത്തിലുള്ള തന്മാത്രകളുണ്ട്. അതുകൊണ്ട് ദ്വിമുഖമാണ് ഈ ദേവി വായുതത്വത്തിന്. അപ്പോൾ ശരിക്കും വായുതത്വമായിട്ട് ശബ്ദവും സ്പർശവുമായിട്ടുള്ള തന്മാത്രകളായിരിക്കുന്നത് കൊണ്ട് ദ്വിമുഖമാണ്. ഇനിയോ അടുത്തത് എന്താണ്? 488ാമത്തെ നാമം ദംഷ്ട്രോജ്വല. ശരിക്കും ഉജ്ജ്വലമായിട്ടുള്ള ദംഷ്ട്രകളെ, 2 തേറ്റകളെ ഇങ്ങനെ വളഞ്ഞു നിൽക്കുന്നതാണ് ദേവിയുടെ. ശരിക്കും രൗദ്രരൂപിണിയായിട്ടുള്ള കാളിയെ പോലെ കാളിഭാവമാണ്. അതുകൊണ്ട് ദംഷ്ട്രോജ്വല എന്ന് പറയുന്നു. ഇനിയോ അക്ഷമാലാദിധര. ദേവി എന്താ ധരിച്ചിരിക്കുന്നത്? 489ാമത്തെ നാമത്തില് അക്ഷമാല ആദിയായവ ധരിച്ചിരിക്കുന്നു. അക്ഷമാല മാത്രമല്ല, അക്ഷമാല ആദിയായവ ധരിച്ചിരിക്കുന്നു. അക്ഷമാല, ശരിക്കും അക്ഷമാല, ആ ഒരു ശ്ലോകം ഈ ദേവിയെ വർണ്ണിക്കാനുമുണ്ട്. ശൂലം, അക്ഷമാല, ശൂലം, കപാലം, ഡമരു, ഇങ്ങനെ 4 വസ്തുക്കളാണ് ദേവി 4 കൈകളിലും അണിഞ്ഞിരിക്കുന്നത് രാഗിണി ദേവിയുടെ. അപ്പോൾ ജപിക്കുമ്പോൾ ശരിക്കും എണ്ണം പറഞ്ഞ് ജപിക്കുന്ന ജപമാലയ്ക്കാണ് അക്ഷമാല എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടേക്ക് അതിൻ്റെ നടുവിലൊരു മുത്തുണ്ടായിരിക്കും വലുത്, അതിന് സുമേരു എന്ന് പറയും. അപ്പോൾ നമ്മൾ കണ്ണടച്ചൊക്കെ ജപിക്കും. 101 ചക്രമുള്ള, ഇപ്പോൾ ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന് 101 ജപിക്കാമെന്ന് പറഞ്ഞ് ഇങ്ങനെ എണ്ണുമ്പോൾ ഇടയ്ക്ക് താഴത്ത് പോയി തപ്പും സുമേരുവിലെത്താരായോ എന്ന്. അതാണ് നമ്മുടെ കോൺസെൻട്രേഷൻ. അപ്പോൾ സുമേരുവിലെത്തിക്കഴിഞ്ഞാൽ ഒരു റൗണ്ട് ആയി എന്നുള്ളതാണ്. അപ്പോൾ വേഗം ഇനി എത്ര എണ്ണം ബാക്കിയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് 101 ജപിക്കുമ്പോൾ നമ്മൾ തപ്പി നോക്കും. അപ്പോൾ ജപമാലയാണ് അക്ഷമാല എന്ന് പറയുന്നത്. അപ്പോൾ ആ ജപമാല ഒരു കയ്യിൽ അണിഞ്ഞിട്ടുണ്ട്. ഇനിയോ രുധിര സംസ്ഥിത. 490ാമത്തെ നാമം
രക്തധാതുവിലാണ് സ്ഥിതി ചെയ്യുന്നത്. നേരത്തെ എവിടെയായിരുന്നു? ത്വക്കിലായിരുന്നു. ത്വക്ക് എന്നുള്ള ധാതുവിലായിരുന്നു. ഈ ദേവി രക്തം എന്ന ധാതുവിലാണ് ഇരിക്കുന്നത്. ആ ദേവിക്ക് നമസ്കാരം. ഇനി ഇതിന്റെ കൂടെ തന്നെ അടുത്ത ശ്ലോകം കൂടി ചൊല്ലിയേ നമുക്ക് ഇന്നത്തെ സെഷൻ പെട്ടെന്ന് അവസാനിപ്പിക്കാം. കാളരാത്ര്യാദി ശക്തൗഘവ്രത സ്നിഗ്ധൗദനപ്രിയ മഹാവീരേന്ദ്രവരദ രാഗിണ്യംബ സ്വരൂപിണി. അപ്പോൾ ഇവിടെ വിശേഷിപ്പിക്കുന്ന ആരെയാണ്? രാഗിണി അംബ എന്നുള്ള ദേവിയെയാണ് ഇവിടെ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ദേവിയുടെ തന്നെ അംശാവതാരമായിട്ടുള്ള രാഗിണിയാണ് എവിടെയുള്ളത്? ഈ വിശുദ്ധി ചക്രം കഴിഞ്ഞിട്ടുള്ള അടുത്ത ചക്രം, ആ ചക്രത്തിൽ ഇരിക്കുന്നത് ആ ദേവിയാണ്. അപ്പോൾ ആ ദേവിക്ക് നമസ്കരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം നമ്മൾ പറയുന്ന. അപ്പോൾ ഓരോ ചക്രത്തിലും ഇങ്ങനെ എല്ലാ വിശേഷണങ്ങളും കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ ദേവി ഈ രുതിര സംസ്ഥിതയാണ്. അത് കഴിഞ്ഞാൽ കാളരാത്രി ആദി ശക്തിൗഘവൃത. ആരാലാണ് ചുറ്റപ്പെട്ടിരിക്കുന്നത്? കാളരാത്രി തുടങ്ങിയ ശക്തി സമൂഹങ്ങളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നവളാണ് ദേവി. അതുകൊണ്ട് കാളരാത്രി ആദി ശക്തിൗഘവൃത എന്നാണ്. ഒരാൾ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്ന, ചുറ്റപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ 12 ദലങ്ങളിലെ താമരയാണ്. അതിൽ കാളരാത്രിയാണ് ആദ്യത്തെ. ഇപ്പം നേരത്തെ നമ്മൾ കണ്ടു ആദ്യത്തെ ദേവിയെ, നമ്മളെ അനാഹത അക്ഷമാലാദി ധരാ രുതിര സംസ്ഥിത എന്ന സ്ഥലത്ത് നമ്മൾ ദേവിയുടെ നാമം കണ്ടപ്പോൾ നമ്മൾ കണ്ട അമൃതയും 16 ദേവികളും. ഇവിടെ കാളരാത്രിയും 12 ദേവികളുമാണ്. അപ്പോൾ 12 ദേവികളിലെ ആ കർണികയിലെ ദേവിയെ ചുറ്റപ്പെട്ടിരിക്കുകയാണ്. കാളരാത്രി ശരിക്കും പ്രളയസ്വരൂപിണിയായിട്ടുള്ള ആ ഘോരരൂപിണി തന്നെയാണ്. ബ്രഹ്മാണ്ടത്തിൻ്റെ നാശനഷ്ടം വരുത്താൻ കെൽപ്പുള്ള ആ ദേവി തന്നെയാണ് കാളരാത്രി. കാളരാത്രി എന്ന ദേവിയെ നമ്മൾ നവരാത്രിയിലുള്ള നവദുർഗയിലെ ഒരു ദിവസത്തെ ദുർഗാരൂപമാണ് കാളരാത്രി. അതും നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ കാളരാത്രി എന്നുള്ള ആ ദേവിയാണ് അവിടെ ഉള്ളത്. അപ്പോൾ ഇനി എങ്ങനെയാണ്? 12 സ്വരാക്ഷരങ്ങളാണ് ഇവിടെ. ഇപ്പം നേരത്തെ നമ്മൾ എന്താ കണ്ടത്? നമ്മൾ ശ്വാസകോശത്തു നിന്ന് വരുന്നതാണ് സ്വരാക്ഷരങ്ങൾ. ഇപ്പോൾ 12 സ്വരാക്ഷരങ്ങളിൽ ക, ഖ, ഗ, ഘ. അപ്പോൾ ഇവിടെ ക എന്നുള്ളത് കാളരാത്രി, അത് കഴിഞ്ഞാൽ ഗ എന്നുള്ളത് ഗായത്രി, അല്ലേ? ക, ഖ എന്നുള്ളത് ഖണ്ഡിത, അത് കഴിഞ്ഞാൽ ഗായത്രി, അത് കണ്ട് ഖണ്ഡാകർഷിണി. അപ്പോൾ ക, ഖ, ഗ, ഘ 4 കഴിഞ്ഞു. ഇനിയോ ങ എന്നുള്ളത് ങ എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് ച, ഛ എന്ന് പറഞ്ഞാൽ ചണ്ട, ഛായ 2 രൂപങ്ങളാണ്. അത് കഴിഞ്ഞ് ജ, ഝ, ഞ ജയ, ഝങ്കാരിണി, ജ്ഞാനരൂപി. അത് കഴിഞ്ഞാൽ ട, അത് കഴിഞ്ഞാൽ ഠ. ഇങ്ങനെ 5ഉം 5ഉം 10ഉം 2ഉം 12 ഇതളുകളായിട്ടാണ് ഇവിടെ കാണുന്നത്. ഢംഗഹസ്ത, ഠങ്കാരിണി, ഇങ്ങനെ 2 രൂപങ്ങൾ. ഇങ്ങനെ 12 ഉപദേവികളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നതാണ് ഈ ദേവി. ഇനിയോ 492 പറയാണ് സ്നിഗ്ധൗദനപ്രിയ. എന്താണ് ദേവിക്ക് പ്രിയം? അവിടെ പായസാന്ന പ്രിയായിരുന്നു. സ്നിഗ്ധം എന്ന് പറഞ്ഞാൽ സ്നേഹമയമായിട്ടുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എണ്ണ, നെയ്യ്. അപ്പോൾ നെയ്യ് കൊണ്ടുള്ള എണ്ണയും നെയ്യൊക്കെ കൂട്ടിയിട്ടുള്ള പല പാചകങ്ങളാണ്, ഓദനങ്ങളാണ്. ഓദനം എന്ന് പറഞ്ഞാൽ അന്നം, ചോറ്. അതാണ് ദേവിക്ക് ഇഷ്ടം. അപ്പോൾ നെയ്പായസം ദേവിക്ക് ഇഷ്ടമാണ് ഈ ദേവിക്ക്. അതുകൊണ്ടാണ് കാളിയൊക്കെ നമ്മൾ നെയ്പായസം കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് നെയ്യപ്പം, നെയ്പായസം ഇതൊക്കെ പ്രിയമാണ് ദേവിക്ക്. അതുകൊണ്ട് സ്നിഗ്ധൗദന പ്രിയ എന്നുള്ള നാമം 492. അത് കഴിഞ്ഞാൽ 493 നാമം മഹാവീരേന്ദ്രവരദ. അപ്പോൾ ആരൊക്കെയാണ്? മഹാവീരൻ, അതുപോലെ തന്നെ ഇന്ദ്രൻ. ഇങ്ങനെ 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുക അതിനെ. മഹാവീരേന്ദ്രവരദ, മഹാവീരൻ, ഇന്ദ്രൻ എന്നിവർക്കൊക്കെ വരം കൊടുക്കുന്നവൾ, വരദായിനിയായിരിക്കുന്നവളാണ് ഈ ദേവി. അപ്പോൾ മഹാവീരൻ ആരാണ്? വിഷ്ണുവിനെ മഹാവീരൻ എന്ന് പറയും, ഹനുമാനെ മഹാവീരൻ എന്ന് പറയും, ഗരുഡനെ മഹാവീരൻ എന്ന് പറയും. ഇവർക്കൊക്കെ പല സമയത്തും പല രൂപത്തിലും ദേവി വരദാനങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇനി പ്രഹ്ലാദനെയും മഹാവീരൻ എന്ന് പറയും. പ്രഹ്ലാദനും ഇന്ദ്രനും തമ്മിൽ അതിഘോരമായിട്ടുള്ള യുദ്ധം ഉണ്ടായിട്ടുണ്ട്. ഒരു 100 വർഷം, ദിവ്യവർഷം യുദ്ധം ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം അവർ രണ്ടുപേരും ദേവിയെ ആരാധിക്കുന്നു. അങ്ങനെ ദേവി പ്രത്യക്ഷപ്പെടുന്നു എന്ന് നമ്മുടെ ദേവി ഭാഗവത്തിൻ്റെ 4ാം സ്കന്ധത്തിൽ ഈ കഥ വിവരിച്ചിട്ടുണ്ട്. അപ്പോൾ അതും നമുക്ക് ആ പ്രഹ്ലാദനും ഇന്ദ്രനും ധ്യാനിച്ച ദേവിയാണ് എന്നുള്ള രീതിയിലും രണ്ടു പേർക്കും എന്നിട്ട് വരദാനങ്ങൾ കൊടുക്കുന്നുണ്ട് ദേവി. അതുകൊണ്ട് ദേവി മഹാവീരേന്ദ്രവരദ എന്ന് പറയുന്നു. അങ്ങനെ മഹാവീരേന്ദ്രവരദയായിട്ടുള്ള ദേവി ആരാണ്? 494 നാമത്തില് രാഗിണ്യംബ സ്വരൂപിണി. രാഗിണി സ്വരൂപിയായിട്ടുള്ള ആ ദേവിയാണ് എവിടെ ഇരിക്കുന്നത്? 2ാമത്തെ ഈ വിശുദ്ധി ചക്രത്തിന്റെ താഴത്തിരിക്കുന്ന
അനാഹത ചക്രത്തിലിരിക്കുന്ന ദേവിയാണ് രാഗിണ്യംബ സ്വരൂപിണി എന്നുള്ളത്. അപ്പോൾ ഇത് തന്നെയാണ് ആ ദേവിയുടെ ശ്ലോകങ്ങളിലും പറയുന്ന ധ്യാന ശ്ലോകങ്ങളിൽ. അത് അടുത്ത പ്രാവശ്യം കാണാം. ഈ രണ്ട് നാമങ്ങളും ഒരുമിച്ച്, ശ്ലോകങ്ങൾ ഒരുമിച്ച് ചൊല്ലാൻ നമുക്ക്. അപ്പോൾ ഈ പറഞ്ഞ അർത്ഥങ്ങൾ കിട്ടും നമുക്ക് കൃത്യമായിട്ട്. നമ്മൾ 100 101 അനാഹതാബ്ജ നിലയ ശ്യാമാഭാവതനദ്വയ ദംഷ്ട്രോജ്വല അക്ഷമാലാതിധരാരുതിര സംസ്ഥിത കാളരാത്ര്യാദിശക്ത്യൗഘവൃത കാളരാത്ര്യാദിശക്ത്യൗഘവൃത സ്നിഗ്ധൗദനപ്രിയ മഹാവീരേന്ദ്രവരദ രാഗിണ്യംബാ സ്വരൂപിണി. അങ്ങനെ രാഗിണ്യംബാ സ്വരൂപിണിയായിട്ടുള്ള നമ്മുടെ ആ ഹൃത്പത്മത്തിലിരിക്കുന്ന ആ ദേവിയെ അങ്ങനെ നമസ്കരിച്ചുകൊണ്ട് നമുക്ക് ഈ 101-ാമത്തെ ശ്ലോകവും ഇന്നത്തെ ഈ ക്ലാസ്സും ഇവിടെ സമർപ്പിക്കാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.